കരമുയർത്തി ശബ്ദമുയർത്തി വീണ്ടും 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ പാളയം സഭയുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെഷനിൽ 3ാമത്തെ ദിവസവുമാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആഗതരായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ബഹുമാന്യരായ അഭിഷക്തന്മാർ വേദിയിലും സദസ്സിലുമായിരിക്കുന്നു. ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകലും രാത്രിയിലും നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവനിയോഗത്തോട് നമ്മൾ ക്ഷണിക്കപ്പെട്ട ദൈവദാസൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. തുടർന്നുള്ള സമയം വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. നമ്മൾ പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവം ചില ദൂതുകൾ നമ്മളോട് അറിയിക്കും. പ്രാർത്ഥനയോടും ആഗ്രഹവും അനുസരിച്ചായിരിക്കും ദൈവം ഇടപെടുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകൽക്കാലം ദൈവം ഉപയോഗിക്കട്ടെ. AG സഭയുടെ ശുശ്രൂഷകൻ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസനാണ്. നമുക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള എല്ലാ സമയവും കർത്താവിൻ്റെ ദാസന് സമയം കൈമാറുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ആദരപൂർവ്വം ദൈവദാസൻ, കർത്താവിൻ്റെ ദാസൻ്റെ പേര് പാസ്റ്റർ മോഹൻ കുമാർ ആര്യംകോട് ദൈവദാസനാണ്. ദൈവദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന് മഹത്വം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോടുകൂടെ എനിക്കും കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥനയോടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതും ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായി, ഒരു പദവിയായി കരുതുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ തുല്യമായ നാമത്തിൽ ഞാൻ വന്ദനം പറയുകയും ചെയ്യുന്നു. ഈ യോഗത്തെ ഭംഗിയായി അധ്യക്ഷത വഹിച്ച് ഈ യോഗത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹനായ ദൈവത്തിൻ്റെ ദാസനെ ഓർത്തും ഞാൻ ദൈവത്തെ പ്രത്യേകം സ്തുതിക്കുകയും പ്രത്യേകിച്ച് വന്ദനം പറയുകയും ചെയ്യും. പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് മോഹൻകുമാർ. ഞാൻ ബാലരാമപുരം സ്വദേശി. ഞാൻ ഒറ്റശ്ശേരമംഗലത്തിനടുത്ത് ആര്യങ്കോട് AG സഭയുടെ സഭാ ശുശ്രൂഷകനായിട്ട് ആയിരിക്കുന്നു. ഈ ദൈവസഭയുടെ ഒരു പ്രത്യേകമായ പ്രാർത്ഥനയിൽ എനിക്കും ഇങ്ങനെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ വലിയവനായ ദൈവം, മഹാകരുണയുള്ള ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്. നിങ്ങളെല്ലാവരും ദൈവമക്കളാണെന്ന് ഞാൻ പറഞ്ഞപ്പം നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നില്ല. ഹല്ലേലൂയ. ലോകത്തിൽ ലോകക്കാരായി, പാപിയായി, മഹാപാപികളായി ജീവിച്ചിരുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുദ്ധരക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ചു അവിടുത്തെ വിശുദ്ധ ജനമാക്കി തീർത്തിരിക്കുകയാണ്. അങ്ങനെ ലോകക്കാരായി തുടരാതെ ദൈവമക്കളായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ ശുദ്ധരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ ജനമാണ് നിങ്ങൾ ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12ാമത്തെ അധ്യായം അതിൻ്റെ 7ാമത്തെ വാക്യം ഒരാൾ വായിച്ച് കേൾപ്പിക്കൂ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12ാമത്തെ അധ്യായം അതിൻ്റെ 7ാമത്തെ വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്നും വീണുപോയി. ദൂതൻ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ വായിച്ചു കേട്ടത് ദൈവവചനമാണ്. ഈ ദൈവവചനം ഇന്ന് പകൽക്കാലം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ശുശ്രൂഷ എന്നത് അത് ദൈവത്തിൻ്റേതാണ്. ദൈവമാണ്
ശുശ്രൂഷകന്മാരായ ദൈവാസന്മാരായ ഞങ്ങളെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാവരും പ്രാർത്ഥനയോടും ശ്രദ്ധയോടും ആയിരിക്കുവാൻ ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. നമുക്കെല്ലാവർക്കും വളരെ വളരെ പരിചയമുള്ള, മിക്കവാറും നമ്മളുടെ പ്രത്യേക പ്രാർത്ഥനകളിലൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗം കൂടിയാണ് നമ്മൾ വായിച്ചു കേട്ടതായ ദൈവത്തിൻ്റെ വചനം. പത്രോസിനെ വിശുദ്ധ ദൂതനെ അയച്ചു വിടിവിച്ച ദൈവമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണമാണ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം യഹൂദന്മാരെയും ആളുകളെയൊക്കെ പേടിച്ച് കഥകടിച്ച് ഭയത്തോടിരുന്ന അവരുടെ നടുവിൽ യേശു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു സമാധാനം എന്ന് പറഞ്ഞാൽ അതൊരു സമാധാനമാണ്. സമാധാനം ഒരു വലിയ വിഷയമാണ്. ചില സമയങ്ങളിൽ നമ്മൾ നിരാശയിൽ, ദുഃഖത്തിൽ അടിമപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭയത്തിന് അടിമപ്പെട്ടു പോകാറുണ്ട്. വേർപാടിൻ്റെ ദുഃഖം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വേർപാടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദുഃഖമാണ്. പക്ഷേ ആ ദുഃഖത്തിന് അടിമയായി പോകാറുണ്ട് ചിലർ. അങ്ങനെ അടിമയായി പോകാൻ പാടില്ല. അവിടെ കർത്താവിൻ്റെ സമാധാനം വിശേഷമാണ്. അപ്പം നമുക്ക് നമ്മുടെ കർത്താവ് സമാധാനമാണ്. അത് കേട്ടപ്പോഴേ അവർക്കൊന്ന് സമാധാനമായി. പിന്നൊരിക്കൽ അവരെ മീൻ പിടിക്കാൻ വേണ്ടി പോയി. ഒന്നും കിട്ടിയില്ല. പിടിച്ചിട്ടും യേശു കരയിൽ നിന്നുകൊണ്ട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവർ പിടിച്ചിട്ട് പിടി കിട്ടിയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലതു ഭാഗത്തേക്ക്. അങ്ങനെ അവർക്ക് മീൻ കിട്ടി. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പ്രാതൽ കഴിക്കാൻ വരാൻ. പിടിച്ച മീൻ വെള്ളത്തിലിരിക്കുകയാണ്. അവർ കരയിൽ വന്നപ്പോൾ ഇവിടെ കനലിൽ ചുട്ട മീനും ഭക്ഷണവും കിട്ടി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ യേശു ഇതുപോലെ ഞങ്ങളുടെ നിസ്സഹായ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ പ്രത്യേകമായ അവസ്ഥകളിലും വന്ന് കാണും. യേശു ഇവിടെയൊക്കെ തന്നെ കാണും എന്നാണ് അവർ കരുതിയത്. അല്ല, യേശു അങ്ങ് പോകുമെന്ന് ഇവരാരും കരുതിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ കാണെ യേശു അങ്ങ് ഉയർന്നു പോയി, പൊങ്ങി 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 അങ്ങ് പോയി. അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന ഉളവാക്കിയതാണ്. അവരുടെ ഹൃദയം തകർന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂതന്മാർ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കാണുന്ന ഈ യേശു സ്വർഗത്തിലേക്ക് പോയതുപോലെ അവൻ രണ്ടാമത് വരും. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നൽകുന്ന രണ്ടാമത്തെ സന്ദേശം, യേശു വീണ്ടും വരും. യേശു വരാറായി. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഈ തലമുറയിൽ യേശു വരും എന്നാണ്. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചു പറയുന്നു. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. ചെറിയ കാര്യമല്ല, വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തെരുവ് നായ്ക്കൾ ശല്യം എല്ലാ ഭാഗത്തും വ്യാപകമായി കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് മേനകാ ഗാന്ധിക്ക് വിവരക്കേടുണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. ഈ വിവരം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അവർക്കൊരു വെളിപ്പാട് കിട്ടിയതാണ് സത്യം. വെളിപ്പാട് മേനകാ ഗാന്ധിക്ക് കിട്ടിയെന്ന് ഞാൻ പറയുമ്പോൾ പെന്തിക്കോസുകാരായ നമുക്കൊക്കെ അത്ര ഇഷ്ടമുണ്ടാകണമെന്ന് തോന്നുന്നില്ല. കാരണം പെന്തിക്കോസുകാരല്ലല്ലോ അവർക്ക് വെളിപ്പാട് കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. എന്നാൽ ബൈബിൾ ചരിത്രത്തിൽ ചില പ്രധാനപ്പെട്ട വെളിപ്പാട് കിട്ടിയത് ദൈവാത്മാവുള്ള ദൈവത്തെ സേവിക്കുന്നവർക്കൊന്നും ആയിരുന്നില്ല. ഫറവോൻ ദൈവത്തെ സേവിച്ച ആളായിരുന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയ വെളിപ്പാട് വലിയൊരു വെളിപ്പാടായിരുന്നു. നെബൂഖദ്നേസർ രാജാവ് ദൈവത്തെ സേവിക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹം ആലയത്തെ തീവച്ച് ചുട്ടുകളെയും അതിൻ്റെ ഉപകരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് കിട്ടിയ വെളിപ്പാട് അഗാധമായ വെളിപ്പാടാണ്. പക്ഷേ വിവേചിച്ച് കാര്യങ്ങൾ അറിയുന്നതിൽ അവർ പരാജയപ്പെട്ടിരുന്നു. അവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. അതിന് ദൈവാത്മാവുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ വേണ്ടിയിരുന്നു. അപ്പോൾ മേനകാ ഗാന്ധിക്ക് കിട്ടിയ വെളിപ്പാട് എന്താണ്?
മഹോദരകാലത്ത് ഒരുപാട് ബാധകൾ ഇവിടെ ഉണ്ടാകും. അതിലൊരു ബാധ, വനത്തിൽ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാട്ടിലെ ആളുകളെ കൊന്നു മുടിക്കും. അന്നുള്ള കാലഘട്ടത്തിൽ ഏകദേശം 1/4 ആളുകൾ കാട്ടിലെ വന്യമൃഗങ്ങളെ വന്നു കൊന്നു മുടിക്കും. അതൊരു ബാധ. ഇത് ഒരു പ്രവചന സത്യമാണ്, ഇനി നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വന്യമൃഗ സംരക്ഷണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നടപ്പാക്കിയിരിക്കുന്നതാണ്. അങ്ങനെ വന്യമൃഗ സംരക്ഷണം ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ആനപ്പല്ലിനും പുലിത്തോലിനുമൊക്കെ വില കൂടിയ ഒരു കാലം, പിന്നെ ഇതുപോലെ വന്യമൃഗങ്ങളുടെ ഇറച്ചിക്ക് രുചി കൂടിയ അതിനുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ എന്ത് ചെയ്യത്തില്ല, കാണാൻ സാധ്യതയില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമില്ല. വന്യമൃഗങ്ങളെ ആർക്കും പിടിക്കാം, ആർക്കും കൊല്ലാം, ആർക്കും കറി വയ്ക്കാം. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? വന്യമൃഗങ്ങൾ കാണത്തില്ല. അപ്പോൾ വന്യമൃഗങ്ങൾ എന്ത് ചെയ്യണം? കാണണം. ഈ ബാധ നടപ്പാകുമ്പം വന്യമൃഗങ്ങൾ ഉണ്ടാകണം. അങ്ങനെ എല്ലാ രാജ്യങ്ങളും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുകയാണ്. അത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ നിയമമായിരുന്നെങ്കിലും അത് നിയമം വളരെ കർശനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനും അനന്തരം നടക്കേണ്ട മഹോദ്രോധനം വേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. യേശു വരാൻ കാലമായി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം, കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എല്ലാ സൃഷ്ടിയോടും നിങ്ങൾ സുവിശേഷം പറയണം, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അതിപ്രധാനമായ മഹത്വകരമായ 3 സന്ദേശങ്ങൾ നൽകുന്ന ഒരു അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം. ആമേൻ. ഈ ആധുനിക പ്രാസംഗികർ സ്വാർത്ഥരായ വിശ്വാസികളെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സത്യം ഉണ്ട്. എന്ന് പറഞ്ഞാൽ, എനിക്ക് സുഖം കിട്ടണം, എൻ്റെ ഭാര്യയ്ക്ക് സുഖം കിട്ടണം, എൻ്റെ ഭർത്താവിന് സുഖം കിട്ടണം, എൻ്റെ മക്കൾക്ക് സുഖം കിട്ടണം, എൻ്റെ അപ്പനമ്മമാർക്ക് സുഖം കിട്ടണം. അപ്പം നമുക്കെല്ലാവർക്കും സുഖം കിട്ടി. ഈ പാളയം PMG ചർച്ച എന്ന് പറയുന്നത് പെന്തിക്കോസ്ത് ലോകത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചാണ്. നിങ്ങൾക്ക് എത്രത്തോളം അത് അറിയാമോ എന്നറിയില്ല. നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നത് ഇതൊരു വലിയ സംഭവമാണ് എന്നുള്ളതാണ്. നല്ല ഒരു സൽപ്പേരുള്ള ഒരു സഭയാണ്. ഈ സഭയുടെ അംഗമാകുക എന്ന് പറയുന്നത് ഏജിയിലെ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ ഇതിലൊരു അംഗം കിട്ടി, ഒരു അംഗത്വം കിട്ടി, അതൊരു ഭാഗ്യമല്ലേ? അപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി, നമുക്ക് സ്നാനം കിട്ടി, നമുക്ക് കർത്തൃവേശ കിട്ടി, നമുക്ക് പരിശുദ്ധാത്മാവ് കിട്ടി, നമുക്ക് രക്ഷ കിട്ടി, നമ്മുടെ കാര്യമായി, നമ്മുടെ കാര്യം ആയി. ഹല്ലേലൂയ. എന്നാൽ നമ്മളുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ ഓരോ ദിവസവും എത്രയോ ഭാവികൾ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, പാതാളത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു, നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന ആഴമായ സത്യം നമ്മളെ ഗ്രഹിച്ചിട്ട് ആത്മഭാരത്തോടെ എനിക്ക് കിട്ടിയ രക്ഷ എനിക്കും എൻ്റെ കുടുംബത്തിനും പോരാ, നമ്മുടെ കാര്യമായല്ലോ എന്ന് വിചാരിച്ച് തൃപ്തിപ്പെടാതെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്താണ് വ്യക്തിപരമായുള്ളൊരു പദ്ധതി? ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഇവിടെ പാളയം ജംഗ്ഷനിൽ വെങ്ങാറമൂട് പോകാൻ വേണ്ടി ഒരു വണ്ടിക്ക്, ട്രാൻസ്പോർട്ട് വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് വിചാരിക്കുക. തമ്പാനൂരിൽ നിന്ന് വണ്ടി വരുന്നു, ഒന്ന് വന്നു, അത് നിർത്താതെ പോയി.
രണ്ടാമത്തത് വന്നതും നിർത്താതെ പോയി, പിന്നെ വന്നതും നിർത്താതെ പോയി. അങ്ങനെ ഏതോ ഒന്ന് വന്നപ്പോൾ കിട്ടി. അപ്പോഴത്തേക്ക് നമുക്കെന്തോ പട്ടമായപ്പോഴും ഒരു സീറ്റ് കിട്ടി. സീറ്റില്ലായിരുന്നു, എന്തായാലും കിട്ടി. അപ്പോൾ അടുത്ത് കേശവദാസപുരം, ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകളിലും ആൾ നിൽക്കുകയാണ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. എന്നെയും കൂടി ഒന്ന് വെഞ്ഞാറമൂട് വരെ കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബസ്സിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബസ്സും കിട്ടി, അതിനകത്ത് സീറ്റും കിട്ടി. പിന്നെ നമ്മുടെ ആഗ്രഹം എന്താണ്? ദൈവമേ, ഒരിടവും നിർത്താതെ ഇത് വെഞ്ഞാറമുട്ടി തന്നെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ, അത്രയും പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് സാധാരണ മനുഷ്യരുടെ ആഗ്രഹം. അതുപോലെ ആയിപ്പോയി പെന്തിക്കോസ്ത് ലോകം. നമ്മൾ മനസ്സിലാക്കണം, ഓരോ സ്റ്റോപ്പിലും എത്രയോ പാപികൾ നിൽക്കുകയാണ്. എത്രയോ പാപികൾ നിൽക്കുകയാണ്. അവരെയും കൂടി ഈ വണ്ടിക്കകത്ത് കയറ്റാൻ, അവർക്കും ഒരു സീറ്റ് ഉണ്ടാകാൻ, അവർക്കും ഒരു രക്ഷ ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായി ഒന്നാമതായി നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ഉണ്ടാകുകയും അതിനുവേണ്ടി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഓരോ ദിവസവും മനുഷ്യർ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ രക്ഷിക്കുവാൻ വേണ്ടി, അവരെ ദൈവരാജ്യത്തിൻ്റെ അംഗമാക്കുവാൻ വേണ്ടി, നമ്മളോടൊപ്പം അവരെ നിത്യതയ്ക്കായി ഒരുക്കുവാൻ വേണ്ടി നമുക്ക് തയ്യാറുള്ളവരായിരിക്കണം. ഒരു സുവിശേഷകൻ പരാജയപ്പെട്ടാൽ, ഒരു വിശ്വാസി പരാജയപ്പെട്ടാൽ എത്രയോ ആത്മാക്കളാണ് നാശത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ തൻ്റെ കൃത്യത്തിൽ പരാജയപ്പെട്ടാൽ ആ വാഹനം അപകടത്തിൽപ്പെടുന്നു. ഒരു ഡോക്ടർ തൻ്റെ കൃത്യത്തിൽ പരാജയപ്പെട്ടാൽ രോഗിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഒരു അധ്യാപകൻ തൻ്റെ ഉദ്യോഗത്തിൽ പരാജയപ്പെട്ടാൽ അത് വിദ്യാർത്ഥിയുടെ പഠനത്തെ ബാധിക്കുന്നു. ഒരു വിശ്വാസി സ്വന്തം വീട്ടിൽ വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ ആ ദേശത്തിലെ ആത്മാക്കളെ ബാധിക്കുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ വീട് ബാലരാമപുരത്താണ്. പാറശാലയിൽ ഒരു ചെറിയ സ്കൂളിൽ പരിശോധനയ്ക്ക് ഒരു സാറ് വന്നു, പ്രൈമറി ചെറിയ സ്കൂളിൽ. അപ്പോൾ മലയാളം ക്ലാസ് ടീച്ചർ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരിശോധനയ്ക്ക് വന്ന സാറ് ഒരു കുട്ടിയെ വിളിച്ചിട്ട് ബോർഡിൽ വാഴ എന്നെഴുതാൻ പറഞ്ഞു. കൊച്ചു വാഴ എന്നെഴുതി. വേറൊരു കുട്ടിയോട് അത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വായ എന്ന് വായിച്ചു. ആ കുട്ടിയോട് 7 എന്ന് എഴുതാൻ പറഞ്ഞു. 7 എന്ന് കൃത്യമായിട്ട് എഴുതി. വേറൊരു കുട്ടിയോട് അത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഏയി എന്ന് വായിച്ചു. അപ്പോൾ വേറൊരു കുട്ടിയെ വിളിച്ചിട്ട് മഴ എന്ന് എഴുതാൻ പറഞ്ഞു. ആ കുട്ടി കൃത്യമായിട്ട് മഴ എന്ന് എഴുതി. ആ കുട്ടിയോട് അത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ മയ എന്ന് വായിച്ചു. അപ്പോൾ ഇങ്ങനെ എല്ലാ കുട്ടികളെയും മാറി മാറി ചെയ്തു. എന്നിട്ട് ഈ മലയാളം സാറിനോട് ഈ പരിശോധനയ്ക്ക് വന്ന സാറ് ചോദിച്ചു, സാറേ, കുട്ടികളെ എല്ലാം ബോർഡിൽ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് ശരിയായിട്ട്, പക്ഷെ വായിക്കുന്നത് തെറ്റിയാണ് വായിക്കുന്നത്, ഇവർക്ക് ഴ വരുന്നില്ല, അതെന്താണ് സാറേ എന്ന് ചോദിച്ചു. അപ്പോഴേ മലയാള സാറ് പറഞ്ഞു, അത് സാറേ ഈ പിള്ളേരുടെ തയക്കവും പയക്കവും അങ്ങനെയാണ്. ഇവരുടെ തയക്കവും പയക്കവും അങ്ങനെയാണ്. അപ്പോഴാർക്ക് ഴ പോയി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഴ പോയി. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിച്ചു. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ പറയാനുണ്ടെങ്കിലും നമുക്ക് കാര്യം മനസ്സിലാകണം. നമ്മളാരാണ്? നമ്മൾ ദൈവമക്കളായി തീർന്നു. നമ്മൾ ദൈവമക്കളാണ്. നമ്മൾ ദൈവമക്കളായി തന്നെ ജീവിച്ചേ മതിയാവൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ ദൗത്യം നമ്മുടെ സുഖവും ആരോഗ്യവും ഒന്നും അല്ല,
70 വർഷം ജീവിക്കാനുള്ള ആരോഗ്യവും സുഖവും തരാനല്ല യേശു വന്നത്. 70 വർഷം ജീവിക്കാനുള്ള സമ്പത്ത് തരാനല്ല. മഹാദൈവം ദൈവരൂപം മാറ്റിവെച്ച് ഈ ഭൂമിയിൽ വന്നത്, ആമേൻ, യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതോടൊപ്പം സുഖവും ആരോഗ്യവും സമ്പത്തും എല്ലാം ഉണ്ട്, അതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനം അതല്ല. പിന്നെ ചിലർ പറയുന്നത്, പാസ്റ്റർ, എനിക്ക് പാസ്റ്റർ പറയുന്നത് പോലെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, അതിനുള്ള കഴിവ് എനിക്കില്ല. MA വർഗീസ് പാസ്റ്റർ പ്രസംഗിക്കുന്നത് പോലെ എനിക്ക് പറ്റത്തില്ല, MA ജോൺ പാസ്റ്റർ പ്രസംഗിക്കുന്നത് പോലെയും പറ്റത്തില്ല. അവരൊക്കെ പിന്നെ അങ്ങ് നിന്ന് ആ പ്രസംഗം അങ്ങ് വന്നുകൊണ്ടിരിക്കും, എത്ര മണിക്കൂർ വേണമെങ്കിലും. അവരെ പോലെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല, അത് ശരിയാണ്. എന്നാലും നിങ്ങൾക്ക് പറ്റത്തില്ലേ? എന്നാലും പറ്റത്തില്ല. ഈ സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നതാണ്, എല്ലാ ദിവസവും പറയുന്നതാണ്. ഈ സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നതാണ്. ഇപ്പം നിങ്ങളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു, അവിടെ വിലക്കുറവുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടയെ നിങ്ങൾ പരിചയപ്പെടുത്താറില്ലേ? മറ്റുള്ളവരോട് പരിചയപ്പെടുത്തും. നിങ്ങൾ നേരെ ഒരു വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ താമസിച്ചു. അപ്പോൾ കൂടെ ഉള്ളവർ ചോദിച്ചു, എന്താ നീ വരാത്തെ, താമസിച്ചത്? അത് അരി വെന്തില്ല. അത് ഏതരിയാണ്? ഓരോ പെൺപിള്ളാരുടെ പേരിലാണ് ഓരോ അരി. അപ്പോൾ അത് സുരേഖയായിരുന്നു, അല്ല ജയയായിരുന്നു. അപ്പോൾ ഇവർ പറയാണ്, സുരേഖ വാങ്ങിച്ചിരുന്നെങ്കിൽ നേരത്തെ ജയമായിരുന്നു. ഏതോ ജയ കമ്പനിക്കാരൻ കമ്മീഷൻ കുറച്ചതുകൊണ്ടാണോ അത് പറഞ്ഞത്? അല്ല, ഒരാളിന് ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ ഇവർ കാര്യം ചെയ്യും, മെഡിമിക്സ് സോപ്പ് വാങ്ങിച്ച് തേച്ച് നോക്ക്. അപ്പോൾ ആ സോപ്പ് കമ്പനിക്കാരൻ കാശ് കൊടുത്തോ? ഇല്ല. ചുമയും കഫവും കുറയുന്നില്ല. ഇവിടെ പറയാണ്, കൃഷ്ണഗ്ലോസിക് അസ്രഫ് വാങ്ങിച്ചു കൊടുത്തു നോക്കൂ. എന്തോ കൃഷ്ണഗ്ലോസിക് അസ്രഫുകാരൻ കമ്മീഷൻ തന്നിട്ടാണോ നമ്മളിത് പറയുന്നത്? അല്ല, നമ്മളെപ്പോഴൊക്കെ ഇത് ഉപയോഗിച്ചപ്പം കൊള്ളാൻ തോന്നിയതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാണ്, നമ്മളിതെല്ലാം പരീക്ഷിച്ച് നോക്കിയപ്പം കൊള്ളാം, അത് നമ്മളെന്ത് ചെയ്യാണ്, കൊള്ളാമെന്ന് പറയുന്നു. ഇത് തന്നെയാണ് നമ്മൾ സുവിശേഷം. യേശുവിനെ നമ്മൾ ആസ്വദിച്ച് നോക്കിയപ്പം കൊള്ളാം, അനുഭവിച്ച് നോക്കിയപ്പം കൊള്ളാം, സേവിച്ച് നോക്കിയപ്പം കൊള്ളാം, നമ്മുടെ സമാധാനക്കേട് മാറ്റാൻ കൊള്ളാം, നമ്മുടെ രോഗം മാറ്റാൻ കൊള്ളാം, നമ്മുടെ കഷ്ടതയിൽ അവൻ കൊള്ളാം. യേശു കൊള്ളാം, യേശു നല്ലവൻ. ഈ നല്ലവനായ കർത്താവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനല്ലേ നമ്മെ പ്രധാനമായി ദൈവം വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാലും പറയും, എനിക്ക് കഴിവില്ല. ഒരു കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്നു. കാനാവിലെ കല്യാണത്തിന് യേശു ചെയ്ത കാര്യം പറയാൻ പറ്റത്തില്ലേ? അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ആലോചനയുമായി റിബേക്കയുടെ അടുക്കളോളം എലയാസറെ ദൈവം നയിച്ച കാര്യം പറയാൻ അറിയത്തില്ലേ? ആ സന്ദർഭ പിന്നെ ഒരാളുടെ ഭൂതോദ്രവം കനാന്യ സ്ത്രീയുടെ കുഞ്ഞിന് വേണ്ടി ചെയ്ത പറയാൻ അറിയത്തില്ലേ? അപ്പം ഇങ്ങനെ എത്ര കാര്യങ്ങൾ പറയാൻ പറ്റും. എന്നാലും ചിലർ പറയാറുണ്ട്, എനിക്ക് പറയാൻ അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ട്, 3-4 പേരുണ്ട്. ബാക്കി എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾ സിറ്റിയിൽ തന്നെ ജനിച്ച് വളർന്നുകൊണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. 3-4 പേർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവരോട് ഞാൻ ചോദിക്കുകയാണ്, പാസ്റ്റർ എന്ന് പറയാൻ അറിയാമോ? അറിയാം. മൈക്ക് എന്ന് പറയാൻ അറിയാമോ? അറിയാം. PMG ചർച്ച് എന്ന് പറയാൻ അറിയാമോ? അതും അറിയാം. റോഡെന്ന് പറയാൻ അറിയാമോ? അറിയാം. ഫ്ലൈറ്റ് എന്ന് പറയാൻ അറിയാമോ? അറിയാം. ഫാൻ എന്ന് പറയാൻ അറിയാം, ലൈറ്റ് എന്ന് പറയാൻ അറിയാം, ബൈബിളെന്ന് പറയാൻ അറിയാം. അറിയില്ലേ? ബൈബിളെന്ന് പറയാൻ അറിയത്തില്ല, അറിയാം. പിന്നെ സാരി, ഷർട്ട്, പാൻറ്റ് ഇതൊക്കെ പറയാൻ അറിയാം അല്ലേ? ഇതിൻ്റെ ഏതെങ്കിലും മലയാളം അറിയാമോ? അല്ല, ഈ പറഞ്ഞതിൻ്റെ ഏതെങ്കിലും മലയാളം അറിയാമോ? ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ ഏതെങ്കിലും മലയാളം നിങ്ങൾക്ക് അറിയാമോ?
ഈ ജനറൽ ആശുപത്രിയെ ജനറൽ ആശുപത്രി എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ആളുകൾക്കും ഈ പറഞ്ഞതൊക്കെ പറയാൻ അറിയാം, അല്ലേ? അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷേ അറിയാവൂ. പിന്നെ ഇംഗ്ലീഷിൽ MA എടുത്ത ഒരാൾ പറയും പോലെ ചറപറ പറ പറയാൻ അറിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ സുവിശേഷം പറയാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അവരോഹണമാണ്. 1-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണമാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അവരോഹണമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. നമ്മുടെ പെന്തിക്കോസിലെ പിള്ളേരൊക്കെ അറിയണം പരിശുദ്ധാത്മാവ് സഭയിൽ വന്നു എന്നുള്ള കാര്യം അറിയണം. ഹല്ലേലൂയ, അത് പ്രാപിക്കണം. 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് പിറവിയിലെ മുടന്തനായവൻ സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കുന്നു. ദൈവസഭ മനസ്സിലാക്കണം, ദൈവം നമ്മെ ഭൗതികമായി സാമ്പത്തികമായി നമ്മെ അനുഗ്രഹിച്ചു. നിവൃത്തിയില്ലാതിരുന്ന നമുക്കൊക്കെ ദൈവം ആ നിവൃത്തികേടൊക്കെ മാറ്റി നമുക്ക് സമ്പത്തും ജോലിയും ശമ്പളവും അതൊക്കെ ദൈവം തന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യിൽ കാശുണ്ടെന്നും പറഞ്ഞും കൊണ്ട് രോഗശാന്തി എന്ത് ചെയ്തിട്ടില്ല, നിന്ന് പോയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ കയ്യിൽ കാശുണ്ട്, ഏറ്റവും നല്ല സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ കൂടിയ മരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ രോഗശാന്തി ഇന്ന് നിന്നുപോയിട്ടില്ല. നാം മനസ്സിലാക്കണം, രോഗശാന്തി ഇന്ന് നിന്നുപോയിട്ടില്ല. രോഗശാന്തിയുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. നീ മരിക്കയില്ല, നീ ജീവിച്ചിരിക്കൂ. നീ ജീവിച്ചിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ എന്തെങ്കിലും രോഗം വരുന്നോടെ പറയും ഞാൻ ഇനിയിപ്പോൾ മരിക്കുമായിരിക്കും. പിന്നെ ചിലരൊക്കെ പറയുന്നത് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ മേപ്പോട്ട് പോകുന്നത് തന്നെയാണ്. അയ്യോ, ഇവരെ കണ്ടാൽ ഇപ്പം തന്നെ അങ്ങ് കൊണ്ടുപോകണമെന്ന് തോന്നിപ്പോകും ദൈവത്തിന്. ശരി, അങ്ങനെ തോന്നിയാലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒരു പരിപാടിയും ദൈവത്തിന് അത്യാവശ്യമായി ചെയ്യാനില്ല, ഒരു കാര്യവുമില്ല. അവിടെ കൊണ്ടുപോയി വിശ്രമിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് അത്യുത്തമമല്ലോ. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾ നിമിത്തം ഈ ശരീരത്തിൽ വസിക്കുന്നത് ആവശ്യമെങ്കിൽ അതാണ് എനിക്ക് അതിനേക്കാൾ ഇഷ്ടം. അതുകൊണ്ട് ചെറിയ മനപ്രയാസം വരുമ്പം ഇതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങ് മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നെങ്കിലേ, അല്ലെങ്കിൽ ഈ രോഗം വന്നാൽ ഉടനെ അങ്ങ് മരിക്കും എന്നൊക്കെ ചിന്തിച്ചാലേ, അങ്ങനെ ഒന്നും മരിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നത് ഏറെ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നീതിയുടെ കിരീടം എനിക്കായി. അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്, അവിടെ ഉണ്ട്. ഞാൻ ഇനി 6 മാസം കൂടി കഴിഞ്ഞാലും അതവിടെ തന്നെ ഉണ്ടാവും. 6 വർഷം ആയാലും ഉണ്ടാകും. അല്ല, ഒരു 60 വർഷം കഴിഞ്ഞാലും അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, അവിടെ തന്നെ. പിന്നെ നമ്മുടെ വിശ്വാസികൾക്ക് ചിലപ്പം ബോധ്യമില്ല. ചിലർ വിചാരിക്കും ഈ ഉപവാസവും തീർന്ന് കർത്തൃമേശം കഴിഞ്ഞ് ഇന്ന് എന്നെ അങ്ങ് പോയാൽ അത് പെട്ടെന്ന് ഇങ്ങ് വാങ്ങിക്കാം. കാരണം അടുത്ത കർത്തൃമേശയ്ക്ക് മുമ്പ് ചിലപ്പോൾ ഇത് പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? പലർക്കും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം, രോഗശാന്തി
അത് ദൈവ മക്കളുടെ അവകാശമാണ്. രോഗശാന്തി ഉണ്ട്. ഇന്ന് പകലിൽ നിങ്ങൾ ഏത് രോഗത്താൽ ഭാരപ്പെടുന്നു, ഹല്ലേലൂയ, ചികിത്സിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ആമേ മാറാത്ത എത്ര കാലപ്പഴക്കമുള്ള രോഗമായാലും എത്ര മാരകമായ രോഗമായാലും ഇന്ന് പകലിൽ യേശു സൗഖ്യമാക്കുക നമ്മൾ പ്രാർത്ഥനയോടെ ദൈവം ഭാഗെ കാത്തിരിക്കുന്ന നിമിത്തമായി അത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം ലോകത്തോട് സധൈര്യം അപ്പോസ്തലൻ വിളിച്ചു പറയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ആമേൻ. 5-ാം അധ്യായം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന വിശ്വാസികൾ. സ്വപ്രകാഴ്ചയിൽ, വഴിപാടിൽ, ദശാംശത്തിൽ വ്യാജം കാണിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ ദശാംശം അർപ്പിക്കുന്ന ആളുകൾ ദശാംശം അർപ്പിക്കുന്ന ദിവസം സ്വോത്ര വഴിപാട് കൂടി അർപ്പിക്കത്തില്ല. ഇത് ഏതെങ്കിലും ഒന്ന് അർപ്പിച്ചാൽ മതിയല്ലോ, ഇത് പാസ്റ്റർ കാണാൻ ഏതെങ്കിലും ഒന്ന് അർപ്പിച്ചാൽ മതിയല്ലോ. ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ വന്ന് അർപ്പിക്കുന്നതാണോ എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ചില ആളുകൾ ദശാംശം അർപ്പിക്കുന്ന ദിവസം എന്ത് ചെയ്യത്തില്ല, സ്വോത്ര കാഴ്ച അർപ്പിക്കത്തില്ല. അർപ്പിക്കുന്നവർ അർപ്പിക്കും, അല്ലാത്തവരുടെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിൽ എന്നെ തോൽപ്പിക്കുന്നു? ദശാംശത്തിലും വഴിപാടിലും തന്നെ. അപ്പോൾ വഴിപാട് വേറെ, ദശാംശം വേറെ. വഴിപാടും അർപ്പിക്കണം, ദശാംശവും അർപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണ വേദിയിലേക്ക് കൊണ്ടുപോകുമ്പം അവർക്കൊരു വഴിപാട് അർപ്പിക്കാനുള്ള വഴിപാടും കൊടുത്തു വേണം അവരെന്ത് ചെയ്യേണ്ടത്, കല്യാണ വേദിയിലേക്ക് കൊണ്ടിരുത്തേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കല്യാണത്തിനും അവരെ വിട്ട് സ്വോത്ര കാഴ്ച അർപ്പിക്കണമോ? അപ്പോൾ അതിൻ്റെ മർമ്മം, വിവാഹം കഴിഞ്ഞ ശേഷം, വിവാഹം കഴിഞ്ഞ ദമ്പതികൾ ആദ്യമായി ദൈവത്തിന് വഴിപാടർപ്പിച്ച് ദൈവത്തെ ബഹുമാനിക്കുന്നു. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന വിശ്വാസികൾ. 6-ാം അധ്യായം ഒരു ലേബർ ജോലി ചെയ്യുന്ന, അടുക്കള ജോലി ചെയ്യുന്ന, പാചക ജോലി ചെയ്യുന്ന ഒരു സാധാരണ വിശ്വാസിയുടെ ദൈവവചന ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ പണ്ടെപ്പോഴോ വായിച്ചു കേട്ട വാക്യം വെച്ചുകൊണ്ടാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതത് ദിവസം വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുവാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. 7-ാം അധ്യായം സഭയിൽ ഒരു പ്രശ്നമാണ്. 6-ാം അധ്യായത്തിൽ ആണ് ഈ പ്രശ്നം. 7-ാം അധ്യായത്തിലാണ് സ്തെഫാനോസിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ വചനജ്ഞാനം. അപ്പോൾ 6-ാം അധ്യായത്തിൽ ഒരു പ്രശ്നമാണ്, പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. 11-ാം അധ്യായത്തിലും മറ്റൊരു പ്രശ്നമാണ്, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം. ബൈബിൾ വായിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നത്തെയും ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തെയും നന്നായി വിവരിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഉപദ്രവ നിമിത്തം 8-ാം അധ്യായത്തിൽ ജനം, വിശ്വാസികൾ ചിതറിപ്പോയവർ അവരുടെ ജീവനേക്കാൾ വലുതായി ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരോട് പറയുവാൻ അവർ തയ്യാറാകുന്നു. 9-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തരം. 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിൻ്റെ അടുക്കലേക്ക് ഒരു വെളിപ്പാട് കിട്ടി. അപ്പോസ്തലനായ പൗലോസ് എത്തുന്നു. 11-ാം അധ്യായം ഒരു പ്രശ്നവും അതിൻ്റെ പരിഹാരവും. 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യാക്കോബിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് വാളുകൊണ്ട് കൊല്ലുന്നു. അത് യഹൂദന്മാർക്ക് വളരെ സ്വീകാര്യമായി പോകുന്നു, വളരെ സന്തോഷകരമായി ഇരുന്നു. അങ്ങനെ യാക്കോബ് അപ്പോസ്തലനെ കൊന്നുകളഞ്ഞതിലുള്ള
സന്തോഷം, അതിനെ അഭിനന്ദനം ഹെരോദാവിനെ അറിയിക്കുന്നു. ഹെരോദാവിന് ജനപ്രീതി വർദ്ധിക്കുന്നു എന്ന് മനസ്സിലായ ഹെരോദാവ് തൻ്റെ ജനപ്രീതി പിന്നെയും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സഭയിലെ അടുത്ത അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്തു, പത്രോസ്. പക്ഷേ പത്രോസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഹെരോദാവിന് ഒരു മണ്ടത്തരം പറ്റി. മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ ഒരു ദിവസം താമസിച്ചു പോയി. കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തതുപോലെയുള്ള ഒരു പെസഹയുടെ മറ്റൊരു ആണ്ടിലുള്ള, ഈ പെസഹ എല്ലാ വർഷവും നടക്കുന്നതാണല്ലോ. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് ക്രൂശിച്ച് 10-30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള മറ്റൊരു പെസഹയിലാണ് പത്രോസിനെ അറസ്റ്റ് ചെയ്യുന്നത്. യേശുവിനെ അറസ്റ്റ് ചെയ്ത പെസഹയുടെ പ്രധാന സമയം ആകുന്നതിന് മുമ്പ് യേശുവിനെ ക്രൂശിച്ച് കൊല്ലാനുള്ള സമയമുണ്ടായിരുന്നു. പത്രോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ പെസഹയുടെ പ്രധാന സമയം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇനി പെസഹ മുഴുവനും കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പത്രോസിനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി പത്രോസിനെ എന്ത് ചെയ്യുകയാണ്? കാരാഗൃഹത്തിൽ അടച്ച് സൂക്ഷിക്കുകയാണ്. ആ കാലതാമസം 2, 3, 4 ദിവസം, ആ കാലതാമസം ദൈവസഭ ക്രിയാത്മകമായി ഉപയോഗിച്ചു. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ സമയവും നിർത്താനും തുടങ്ങാനും എല്ലാം ക്രമീകരണമായ സമയമൊക്കെ ഉണ്ട്. അങ്ങനെയാകണം. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് നിർത്തിയില്ല, വൈകുന്നേരമായിട്ട് നിർത്തിയില്ല, പിറ്റേ ദിവസമായിട്ട് നിർത്തിയില്ല, അതിൻ്റെ അടുത്ത ദിവസമായിട്ട് നിർത്തിയില്ല, അതിൻ്റെ അടുത്ത ദിവസമായിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. പത്രോസിനെ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ നടുവിൽ കൊണ്ട് നിർത്തി. എന്നിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന എന്നത് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന പ്രധാനമായ ഒരു ഘടകമാണ്. ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുറിയിൽ ചെന്ന് കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത് പോലെയാണ്. അപ്പുറമോപ്പുറം ഒരു വ്യക്തിബന്ധമുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം മുമ്പാകെ കൈനീട്ടി ശീലമുള്ള ഒരുവന് ഒരു മനുഷ്യന്റെ മുമ്പിൽ ഉലകത്തിൽ കൈനീട്ടാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമുമ്പാകെ മുട്ടുകുത്തുന്ന ഒരു ശീലം ഒരുവനുണ്ടെങ്കിൽ ഉലകത്തിലാരുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ മുമ്പാകെ കരയുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഉലകത്തിലാരുടെ മുമ്പിൽ കരയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പരിഭാവനമായി ചെയ്യേണ്ട ഒന്നാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി അത്രയ്ക്ക് ബന്ധമുള്ള ഒരാളിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. സഭയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, സഭയിൽ പരസ്യമായി പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥന നീണ്ടുപോയാൽ, എന്നാൽ രഹസ്യ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, അത് ചെയ്യാൻ എത്ര പേർക്ക് പറ്റും? അതെത്ര പേര് ചെയ്യുന്നു? രഹസ്യ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലമായി. കുടുംബ പ്രാർത്ഥന എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, അതെല്ലാവരും പ്രാർത്ഥിക്കും. അത് കത്തോലിക്കക്കാരും പ്രാർത്ഥിക്കും, അല്ലാത്തവരും പ്രാർത്ഥിക്കും. പക്ഷേ വ്യക്തിപരമായി, സ്വകാര്യമായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ മുറിയിൽ കയറി കാര്യം പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന, നമ്മളൊരു ഓഫീസിൽ പോയി ഓഫീസറുടെ മുറിയിൽ കയറി കാര്യം പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി. അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന, നമ്മുടെ കാര്യം ദൈവത്തോട് കൃത്യമായി പറയാനുള്ള ദൈവമായുള്ള ബന്ധം, ആ ബന്ധം വളരെ പ്രധാനമായ ഒന്നാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ആളുകൾ അനേകർ കരുതിയിരിക്കുന്നത് ഒരു പ്രവചന സന്ദേശം കേട്ടെങ്കിൽ ഒരു വിടുതലാകും എന്നാണ്. പക്ഷേ പ്രവചനം എന്നതുകൊണ്ട് അത് ഇല്ലയെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാനും പ്രവചിച്ചിട്ടുള്ള ആളാണ്, പ്രവചിക്കുന്ന ആളാണ്. പ്രവചനമുണ്ട്. പ്രവചന ശുശ്രൂഷ സഭയ്ക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. ബൈബിളിൽ പ്രവാചകന് ഒരു സ്ഥാനമുണ്ട്. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി 5 തരം ശുശ്രൂഷകരെ ദൈവം വച്ചിട്ടുണ്ട്. അതൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ വേണം, സഭയ്ക്ക് വേണം. അതെന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ഒരു പ്രവാചകൻ ഒരു അന്യഭാഷയും പറഞ്ഞ് നമ്മുടെ തലയിൽ കൈവച്ച് മോളെ മോനെ എന്ന് പറഞ്ഞ് 2 കാര്യം പറഞ്ഞാൽ നമുക്ക് കേൾക്കാനൊരു സുഖം. പക്ഷേ അത് അവകാശമെന്ന തലത്തിലെത്തണമെങ്കിൽ അതിലൊരു പ്രവചനമുണ്ട്. ഒരു അവകാശമെന്ന തലത്തിലെത്തണമെങ്കിൽ, അല്ല കേട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ. അവകാശമെന്ന തലത്തിലെത്തണമെങ്കിൽ അതിനെന്ത് വേണം? പ്രാർത്ഥന വേണം. കാലേബിനോട് ദൈവം പറഞ്ഞു, നീ കാൽ ചവിട്ടിയ മല ഞാൻ നിനക്ക് തരാം. ബാക്കിയുള്ള ആളുകളോട് ദൈവം എന്തെങ്കിലും മിണ്ടിയോ ആ കാര്യത്തിൽ? അതുകൊണ്ട് അവർക്ക് വാഗ്ദത്തം ഇല്ലെന്നാണോ? കാലേബിന് മാത്രമേ വാഗ്ദത്തം ഉള്ളൂ, ബാക്കി ആർക്കും വാഗ്ദത്തം ഇല്ല എന്നാണോ? അല്ല, വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. അത് അവർ നേരത്തെ തിരിച്ചറിഞ്ഞില്ല. കാലേബ് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? നേരത്തെ തിരിച്ചറിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഒരു വാഗ്ദത്തം ദൈവം നിങ്ങളോട് പ്രത്യേകമായി പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മേലൊരു വാഗ്ദത്തം ഉണ്ട്. പക്ഷേ ആ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കാതിരിക്കുവാൻ എതിർക്കുന്ന ഒരു എതിർ ശക്തിയുണ്ട്. അതിനെ പരാജയപ്പെടുത്താനാണ് ഈ പ്രാർത്ഥന, ഇതുപോലെയുള്ള പ്രാർത്ഥന. അതിനു വേണ്ടിയാണ് നാം ദൈവത്തെ സേവിക്കുന്നത്. പ്രവചനം എല്ലാം നടക്കാൻ പോകുന്നില്ല. പ്രവചനം എല്ലാം നടന്നില്ലേലും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിങ്ങളുടെ പ്രാർത്ഥന പോലെ ദൈവം കാര്യങ്ങൾ ചെയ്യും. പ്രവചനമെല്ലാം നടന്നില്ലേലും പ്രാർത്ഥന പോലെ കാര്യം നടക്കും. പ്രാർത്ഥന പോലെ കാര്യം നടക്കും. നമുക്കറിയാം പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ, അദ്ദേഹം കള്ളപ്രവാചകനായിരുന്നു. അല്ല, പ്രവാചകൻ യെശയ്യാവെന്ന് പറയുന്ന ആളാരാണ്? അയാളെ പഴയ നിയമത്തിൻ്റെ സുവിശേഷകനെന്നും കൂടിയാണ് പറയുന്നത്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിനും ഉദ്ദേശം 700 കൊല്ലം മുമ്പ് യേശു എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, യേശുവിൻ്റെ ശുശ്രൂഷ, അത്ഭുതങ്ങൾ, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ മടങ്ങിവരവ്, മഹോദ്രവം, 1000 ആണ്ട് വാഴ്ച, ഇതെല്ലാം വളരെ കൃത്യമായി പ്രവചിച്ച പ്രവാചക ശ്രേഷ്ഠനാണ് പ്രവാചകൻ യെശയ്യാവ്. പ്രവാചകൻ യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് സുഖം വരപ്പില്ല, നീ മരിച്ചു പോകും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. ഹല്ലേലൂയ. പറഞ്ഞതാരാ? പ്രവാചകൻ യെശയ്യാവാണ്. അപ്പോൾ ഹിസ്കിയാവ് എന്ത് ചെയ്തു? പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞതാണ്, അത് അതുപോലെ നടക്കും. അദ്ദേഹം കുളിച്ച് റെഡിയായി, ഇഷ്ടപ്പെട്ട ആഹാരവും കഴിച്ചു, ഗൃഹകാര്യം ക്രമത്തിലാക്കുക. എല്ലാ പ്രമാണവും ഭാര്യയുടെ കൊടുത്തിട്ട് കട്ടിലൊരു കിടന്നു. കട്ടിലിൽ ഇങ്ങനെ കിടന്നു. ഇപ്പം ഞാൻ മരിക്കുമായിരിക്കും. പ്രവാചകൻ യെശയ്യാവാണ് പറഞ്ഞത്. അങ്ങനെ കിടന്നോ? അങ്ങനെ കിടന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 3-ാം ദിവസം അടക്കം നടക്കുമായിരുന്നു. അതുകൊണ്ട് പ്രവചനവും കേട്ടിട്ട് നമ്മൾ തോന്നിയതുപോലെ പോയാൽ പ്രവചനം നടക്കത്തില്ല. അപ്പോൾ ഹിസ്കിയാവ് എന്ത് ചെയ്തു? 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആണോ? അല്ല, 3 ദിവസം പ്രാർത്ഥിച്ചു. അതുമല്ല, 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. അതുമല്ല. എന്തായാലും പ്രവാചകൻ യെശയ്യാവ് മുറ്റം വരെ ഇറങ്ങിയതേ ഉള്ളൂ. കൊട്ടാരമുറ്റത്തെത്തിയപ്പം ദൈവം അവനോട് പറഞ്ഞു, നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥനയിൽ 3 വാചകമേ ഉള്ളൂ. അത് വേഗം പറഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് പറയാം. എന്താണ് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചത്? ഏകാഗ്രതയോടും വിശ്വസ്തയോടും തിരുമുമ്പാകെ നടന്ന് അങ്ങേക്ക് പ്രസാദമായത് ചെയ്തു എന്ന് ഓർക്കണമേ. ഇത്രയേ പ്രാർത്ഥിച്ചുള്ളൂ. എങ്ങനെ? മുഖം ചുവരിന്റെ നേരെ തിരിച്ചു.
ഹല്ലേലൂയ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയെല്ലാം ചെറുതാണ്, അതെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ചെറിയ പ്രാർത്ഥന എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളും വിഷയങ്ങളും ഉണ്ട്, നീണ്ട പ്രാർത്ഥന തന്നെ നമുക്ക് വേണം. ഇവിടെ ഈ വായിച്ച പശ്ചാത്തലത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഏകദേശം 3 ദിവസത്തിലധികമാണ്, നീണ്ട പ്രാർത്ഥനയാണ്. എന്നാൽ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രാർത്ഥനകളെല്ലാം വളരെ വളരെ ചെറിയ പ്രാർത്ഥനയാണ്. പക്ഷേ പ്രാർത്ഥന ചെറുതാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് പിന്നിൽ പ്രാർത്ഥിച്ചവരുടെ ഒരുക്കം വളരെ വലുതായിരുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു. ഏലിയാവ് എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, ഈ ചെയ്തതൊക്കെയും അങ്ങയുടെ വചനപ്രകാരമെന്നും ഇസ്രായേലിൽ അങ്ങ് മാത്രം ദൈവമെന്നും ഞാൻ അങ്ങയുടെ ദാസനെന്ന് വെളിപ്പെട്ട് വരട്ടെ. വേഗം പറഞ്ഞാൽ 10 സെക്കൻഡ്. ചെറുതാണ്, അതിനെ മാറ്റണം. എന്ത് ചെയ്യണം? ഒരുക്കം വലുതാവണം. പ്രാർത്ഥന ചെറുതാക്കണമെന്ന് ഞാൻ പറയല്ല, അങ്ങനെ ചെറുതാക്കരുത്. എന്നാലും ഞാൻ പറയാണ്, നിങ്ങളുടെ വലിയ പ്രാർത്ഥനയേക്കാൾ നിങ്ങൾക്ക് ആവശ്യം അല്ല, ചെറിയ പ്രാർത്ഥനയല്ല, വലിയ പ്രാർത്ഥനയേക്കാൾ നിങ്ങൾക്ക് ആവശ്യം വലിയ ഒരുക്കമാണ്. ഒരു യഹൂദൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുമെന്ന് അറിയാമോ? ഒരു യഹൂദൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കും? ഒരു മുസ്ലിം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുമെന്ന് അറിയാമോ? ഒരു ദിവസം 5 പ്രാവശ്യം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ഒരു സംഖ്യയാണ് 3 എന്ന് പറയുന്നത്. ഒരു യഹൂദൻ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവൻ 3 നേരം പ്രാർത്ഥിക്കും. 3 നേരം പ്രാർത്ഥിക്കും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്നെ കുത്താൻ ഒരു ശൂലം വച്ചിരിക്കുന്നു, ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. 10 സെക്കൻഡ് കൊണ്ട് 3 വട്ടം പ്രാർത്ഥിച്ചതല്ല, 3 വട്ടം പ്രാർത്ഥന എന്ന് പറയുന്നത് 3 വട്ടം, ഒരു ദിവസം 3 വട്ടം പ്രാർത്ഥിക്കണം. 3 വട്ടം പ്രാർത്ഥിക്കണം. അതാണ് ദാനിയേൽ പറഞ്ഞത്, രേഖ എഴുതി എന്ന് കണ്ടപ്പോൾ ദിവസം ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് കരയും. ഒരു യഹൂദൻ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേലും 3 നേരം പ്രാർത്ഥിക്കും. എന്നാൽ പെന്തിക്കോസുകാർ പലരും 4 നേരം നന്നായി കഴിച്ചാലും 1 നേരം പ്രാർത്ഥിക്കാത്തവരുണ്ട്. പാസ്റ്റർ സത്യം പറഞ്ഞെന്ന് ആരോ പറയാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കണം, വളരെ വളരെ പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവം യോനയോട് ഒരിക്കൽ പറഞ്ഞു, യോനേ, നീ നിനവിലേക്ക് പോകണം. യോനെ എന്ന് വിളിച്ച് കേൾക്കുന്നതിന് മുമ്പ് യോന വിളി കേട്ട് തീർന്നു എന്നതാണ് സത്യം. ചില പിള്ളേരെയൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കഴിഞ്ഞേ വിളി കേൾക്കൂ. ഇതങ്ങനെയല്ല. ദൈവം വിളിച്ച് തീരുന്നതിന് മുമ്പ് യോന എന്ത് ചെയ്തു? വിളിച്ചു കേട്ടു. അപ്പോൾ യോനയോട് പറഞ്ഞു, നീ നിനവിലേക്ക് പോകണം. അപ്പോൾ യോനയോട് കന്യാകുമാരി പോകാൻ പറഞ്ഞെന്ന് വിചാരിക്കുക. യോനെ വിളി കേട്ടു. കന്യാകുമാരി പോകാൻ വേണ്ടി യോന ബാഗ് എടുത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവൻ കാസർഗോഡ് വണ്ടി കയറിയിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം കന്യാകുമാരി പോയിട്ട് കന്യാകുമാരി പോകാൻ വേണ്ടി കാസർഗോഡ് വണ്ടി കയറിയിട്ട് തിരിഞ്ഞിരുന്നാൽ കന്യാകുമാരിയിലെത്തുമോ? അപ്പം നിനവയുടെ എതിർദിശയായ തർശീശിലേക്കുള്ള വണ്ടി കയറിയിട്ട് അവൻ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അവൻ്റെ സീറ്റിൽ അവൻ ഇരുന്നില്ല. സീറ്റിൽ നോക്കിയപ്പോൾ സീറ്റിൽ ആളില്ല. അപ്പോൾ താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ കേട്ടിട്ടില്ലേ നിങ്ങളാരും? അവിടെ സിറ്റി ആയതുകൊണ്ട് കേട്ടിട്ടില്ലായിരിക്കും. നമ്മൾ നാട്ടിൻ പ്രദേശത്തു നിന്ന് വന്നതാണ്. അപ്പോൾ താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ, ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞാനായിട്ടത് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവർ പറഞ്ഞത് താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായി ഇരിക്കുമെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പോവുകയാണ്, വണ്ടി അങ്ങനെ പോവുകയാണ്. കുഴപ്പമില്ല, നല്ല കയറിയതും നമ്മൾ പോയതും ഉടൻ തന്നെ ബോർഡ് വെച്ച് വണ്ടി വന്നു, കിട്ടി, സീറ്റ് കിട്ടി, പോവുകയാണ്. നടുകടലിലായപ്പോൾ വണ്ടി അങ്ങ് നിന്നു കേട്ടോ.
നടുകടലിലായപ്പോൾ വണ്ടി നിന്ന് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ കപ്പലിലുള്ള ആളുകൾക്ക് തോന്നി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഏവനോ ഒരുവൻ ഇതിനകത്ത് കുരുത്തക്കേട് ഉണ്ട്. അവനെ കണ്ടെത്താൻ വേണ്ടി ടിക്കറ്റിൻ്റെ ലിസ്റ്റ് എടുത്തു. നോക്കിയിട്ട് സീറ്റ് നമ്പർ നോക്കിയപ്പോൾ സീറ്റ് കാലിയായിട്ട് കിടപ്പുണ്ട്, അവിടെ ആളില്ല. ഇവനെ പിന്നെ താഴെ ഇറങ്ങി ഇവനെ ഈ ഗോതമ്പ്, അരി, പരിപ്പ്, പിണ്ണാക്ക്, ഇങ്ങനെ പരുത്തിക്കുരു, എന്തെല്ലാം സാധനങ്ങളുണ്ട് അതിൻ്റെ അടുത്ത് ചാക്കിൽ ചെന്ന് കിടക്കുകയാണ്. അപ്പോൾ അവനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് അവനെ ഇവിടെ കൊണ്ടുവന്ന് ആളിൻ്റെ മുത്തി കൊണ്ടുവന്ന് നിർത്തിയോട് ചോദിച്ചു, നീ എവിടത്തുകാരൻ? അവൻ എഴുന്നേറ്റ് നിന്ന് ചില പെന്തിക്കോസുകാർ സാക്ഷ്യം പറയുന്നത് പോലെ പറയാൻ തുടങ്ങി. എന്നിട്ട് പറയണം, ഞാൻ കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ സേവിക്കുകയാണ്. ഈ സാക്ഷ്യം കേട്ടതോ അവരേ അങ്ങ് പേടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പേടിച്ചങ്ങ് വിറച്ചുപോയി. എന്നിട്ട് യോന ഒരു സത്യം പറഞ്ഞു കേട്ടോ, ആരും പറയാത്ത സത്യം. യോന പറഞ്ഞു, ഞാൻ നിമിത്തമാണ് ഈ കോൾ ഉണ്ടായത്, ഈ പ്രശ്നമുണ്ടാകാൻ, ഈ അപകടമുണ്ടാകാൻ, ഈ ദുരന്തമുണ്ടാകാൻ കാരണം ഞാനാണ്. അതാരും പറയാത്ത കാര്യമാണ്. ആരെങ്കിലും പറയും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വഴക്കുണ്ടായി, ഞാനാണ് പ്രശ്നം ഉണ്ടാക്കി, പ്രശ്നത്തിൻ്റെ തുടക്കം ഞാനാണ് എന്നാരെങ്കിലും പറയുമോ? ഞാൻ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്, ഞാൻ തന്നെ അതങ്ങ് പരിഹരിച്ചോളാം, സോറി എന്നാരെങ്കിലും പറയുമോ? നമ്മുടെ കയ്യിലൊരു ഗ്ലാസ് വഴുതി അങ്ങ് പോയെന്നിരിക്കട്ടെ, അയ്യോ ഇവിടെ കിടന്ന മാറ്റ് ശരിയായിരുന്നില്ല, എൻ്റെ കയ്യിൽ എണ്ണ വിഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ കൊച്ചിങ്ങോട്ട് വന്നതാണ്. എഴുത്ത് ശരിയായില്ല, നിങ്ങൾ എഴുതി, എൻ്റെ എഴുത്ത് ശരിയായില്ല എന്നാരെങ്കിലും, എൻ്റെ കൈയക്ഷരം എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആരെങ്കിലും പറയുമോ? ഒന്നിൽ പേപ്പർ ശരിയായില്ല, അല്ലെങ്കിൽ വച്ചെഴുതി അവിടെ ശരിയായില്ല, അല്ലെങ്കിൽ പേന ശരിയായില്ല, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലായിരുന്നു. ഇനി ഒന്നും അല്ലെങ്കിൽ ലൈറ്റ് കൂടിപ്പോയി. ലൈറ്റ് കൂടിയാലും കണ്ണിൽ വന്ന് അടിച്ചിട്ട് പ്രശ്നമുണ്ടല്ലോ. അല്ല എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് സംഭവിച്ചത്, എൻ്റെ തെറ്റാണെന്ന് ആരെങ്കിലും പറയുമോ? യോന പറഞ്ഞു, എൻ്റെ തെറ്റാണ്. സൗഖ്യമാകണമോ, പ്രശ്നം പരിഹരിക്കപ്പെടണമോ, ദൈവിക സമാധാനമുണ്ടാകണമോ, വാഗ്ദത്തം പ്രാപിക്കണമോ, വണ്ടി നേരെ പോകണമോ, ഹല്ലേലൂയ, അവനവൻ മടങ്ങി വന്നേ മതിയാവൂ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ദൈവവചനവും പ്രബോധിപ്പിച്ച് കേൾപ്പിക്കുകയാണ്. ദൈവസഭ മടങ്ങി വരേണം, പ്രാർത്ഥനാ ജീവിതത്തിൽ മടങ്ങി വരേണോ, ആത്മീക ജീവിതത്തിൽ മടങ്ങി വരേണോ, വചന ജീവിതത്തിൽ മടങ്ങി വരേണോ, പെന്തിക്കോസ്തിന്റെ തനിമയിലേക്ക് മടങ്ങി വരേണം. കയ്യിൽ കാശുള്ളത് കൊണ്ട്, സൗകര്യങ്ങൾ കൂടിയതുകൊണ്ട് ആത്മീകത്തെ ദൈവത്തെ മാറ്റിവെക്കാൻ വിചാരിക്കണ്ട. മടങ്ങി വന്നേ മതിയാവൂ. നിനക്ക് ശുഭമുണ്ടാകാൻ നീ മടങ്ങി വരേണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു സത്യം പറഞ്ഞ യോന അടുത്ത് ഒരു പാരയും കൂടെ വച്ചു. ചിലരിങ്ങനെയാണ്, ഒരു സത്യവും പറയും, അതിൻ്റെ അടുത്തുകൂടി ഒരു ഉപദ്രവവും കൂടി ചെയ്യും. എന്താണ് യോന ചെയ്ത ഉപദ്രവം? അവൻ പറയാണ്, എന്നെ എടുത്ത് കടലിലിട്ടാൽ മതി, കടൽ അടങ്ങും. എന്നാൽ പിന്നെ അവനങ്ങ് ചാടിയാൽ പോരെ? യോനെ എടുക്കണമെങ്കിൽ 4 പേര് വേണം. ഞാൻ ഇനി ഉണങ്ങി മെലിഞ്ഞിനി മെലിയാ കണക്കായിട്ടൊന്നും ഇല്ലാതിരിക്കുകയാണ്. എന്നെ എടുത്ത് കടലിലിടണമെങ്കിലും 4 പേര് വേണം. കാരണം പെട്ടെന്ന് കടലിൽ കൊണ്ടൊന്നും അങ്ങിടാൻ പറ്റത്തില്ലല്ലോ. കപ്പലിൽ നിന്ന് ഇത്രയും അകലമെങ്കിൽ നമ്മൾ നിൽക്കും. അപ്പോൾ നമ്മളെന്തെങ്കിലും അങ്ങ് വെള്ളത്തിലോട്ട് എറിയണ്ടേ? അപ്പോൾ കാലിൽ 2 പേര് പിടിക്കണം, കയ്യിൽ 2 പേര് പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒന്ന് ഒരു ആയം കാണിച്ചിട്ട് എടുപ്പങ്ങ് കടലിലോട്ടെറിയണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, 4 പേര് വരണം, 2 പേര് കാലിൽ പിടിക്കണം, 2 പേര് കയ്യിൽ പിടിക്കണം, ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് കടലിലോട്ട്. അപ്പം കുറ്റം മറ്റുള്ളവരിലേക്ക്. കുറ്റം ആരിലേക്ക്? കുറ്റം മറ്റുള്ളവരിലേക്ക്. ചിലരിങ്ങനെയാണ്. പണ്ടുള്ള ഭക്തന്മാർ മരിക്കുന്ന സമയത്ത്
അവർ പറയും സമയമായി, അവരങ്ങ് മരിക്കും. ചിലർ പറയും വെള്ളവസ്ത്രധാരികളെ കാണുന്നുണ്ട്, അവരങ്ങ് മരിക്കും. ചിലർ പറയും കാണുന്നുണ്ട്, ദൂതന്മാരെ കാണുന്നുണ്ട് എന്ന് പറയും. ചിലർ പറയും മക്കളെ നിനക്ക് കുറവുണ്ട് കേട്ടോ, നീ പിന്മാറ്റത്തിലാണ് കേട്ടോ, നീ മടങ്ങി വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരോട് ദൂതും പറഞ്ഞ് പ്രവചനവും പറഞ്ഞ് സന്ദേശവും പറഞ്ഞ് അവരെ മടക്കി വരുത്തി ആത്മീയത്തിൽ ഉറപ്പിച്ചിട്ട് ഇവരങ്ങ് മരിക്കും. ഇന്ന് ആളുകൾ മരിക്കുന്നുണ്ട്, നല്ല ഭക്തന്മാരായ ആളുകൾ മരിക്കുന്നുണ്ട്. പക്ഷെ അപൂർവം ചിലർ ഒരുപാട് ദുരിതം സൃഷ്ടിച്ചതിന് ശേഷം, വീട്ടിൽ കുറെ പിന്മാറ്റക്കാരെ സൃഷ്ടിച്ചതിന് ശേഷം കടന്നു പോകുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് ദൈവകൃപയിലേക്ക് ജനം മടങ്ങി വന്നേ മതിയാകും. അപ്പോൾ യോനെ എടുത്ത് കടലിലോട്ട് ഇടാൻ പറഞ്ഞപ്പോൾ കപ്പലിലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? കപ്പലിലുള്ള ആളുകൾ ചെയ്തത് കപ്പലിലുണ്ടായിരുന്ന കപ്പൽ ചരക്കുകളെ അവരെടുത്ത് കടലിലോട്ടിട്ടു. എന്തൊക്കെയായിരിക്കും അതിനകത്തുണ്ടായിരുന്നത്? ഇരുമ്പ് കാണും, വെള്ളി, സ്വർണം, അറിയത്തില്ല എന്തൊക്കെയാണോ കൊണ്ടുപോകുന്നത് അറിയത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ അരി, ഗോതമ്പ്, പഞ്ചസാര, പലതും കാണും. ഒരു കപ്പൽ ഭാരം മുഴുവനും ആ കപ്പലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സകല കപ്പൽ ചരക്കും അവർ കടലിലേക്ക് എടുത്തെറിഞ്ഞു. കടലടങ്ങിയില്ല, കപ്പൽ നിയന്ത്രണത്തിൽ വന്നില്ല. ഒടുവിൽ എന്ത് ചെയ്തു അവർ? ഇതെല്ലാം പിന്നെ ഇടാനൊന്നും ഇല്ലല്ലോ, മനസ്സിലാക്കണം. പിന്നെ ഇടാനൊന്നും ഇല്ല, ലോണെല്ലാം എടുത്ത് തീർന്നു, ഇനി എടുക്കാനൊന്നും ഇല്ല. കടം വാങ്ങിച്ച് തീർന്നു, ഇനി കടം വാങ്ങിക്കാനൊന്നും ഇല്ല. വിറ്റ് തീർന്നു, ഇനി വിൽക്കാനൊന്നും ഇല്ല. ഇട്ട് തീർന്നു, എല്ലാം എടുപ്പിട്ടു, അവസാനത്തെ ചാക്കും തീർന്നു, ഇനി ഇടാനൊന്നുമില്ല. അപ്പോഴത്തേക്ക് അവർ യോനെ എടുത്ത് കടലിലോട്ടിട്ട്. ഇന്ന് പകൽക്കാലം ഒരു പിന്മാറ്റക്കാരൻ്റെ ഭാരം എന്ന് പറയുന്നത് ഒരു കപ്പൽ ഭാരത്തേക്കാൾ ഭാരമാണ്. ഒരു പിന്മാറ്റക്കാരൻ്റെ ഭാരം. ഒരു പിന്മാറ്റക്കാരൻ ഒരു കുടുംബത്തിലുണ്ടായിരുന്നാൽ ആ കുടുംബത്തിന്റെ മുഴുവൻ സ്വത്തിന്റെ ഭാരത്തേക്കാൾ ഭാരമാണ് ആ പിന്മാറ്റക്കാരൻ്റെ ഭാരം. അത് നിമിത്തമുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ വസ്തുവകകൾ എഴുതി വിറ്റാൽ പരിഹരിക്കത്തില്ല, ലോൺ എടുത്താൽ പരിഹരിക്കപ്പെടത്തില്ല, കടം വാങ്ങിച്ച് പരിഹരിക്കാൻ നോക്കിയാൽ പരിഹരിക്കപ്പെടത്തില്ല, പലിശക്കെടുത്ത് പരിഹരിക്കാൻ നോക്കിയാൽ പരിഹരിക്കപ്പെടത്തില്ല. ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വന്നല്ലാതെ. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു പിന്മാറ്റക്കാരൻ ഒരു സഭയിലുണ്ടായാൽ, ഒരു കുടുംബത്തിലുണ്ടായാൽ, ഒരു ദേശത്തിലുണ്ടായാൽ, ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ദൈവത്തിൻ്റെ മഹത്വവും കൃപയോ വചനത്തിൻ്റെ അന്തസത്തയെ മനസ്സിലാക്കി മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനവേ ചെന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചു. നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പെന്തിക്കോസ്തുകാർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതിവിദഗ്ധമായി ആ വിജാതീയരായ ജാതികളായ ദൈവവുമായി ബന്ധമില്ലാതെ പാപത്തിൽ അഴിഞ്ഞാടിയ ആ ജനം എന്ത് ചെയ്തെന്നറിയാമോ? അവർ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? രാജാവ് പറഞ്ഞു എന്ത് ചെയ്യണം? വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, ദരിദ്രരാകട്ടെ കാശുള്ളവനാകട്ടെ, എന്ത് ചെയ്യരുത്? ഒരു ഭക്ഷണവും കഴിക്കരുത്, പാനീയവും ആസ്വദിക്കരുത്. മൃഗത്തിനാകട്ടെ, കുഞ്ഞുങ്ങൾക്കാകട്ടെ, വൃദ്ധർക്കാകട്ടെ അരുത്. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു വീട്ടിൽ 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു വിചാരിക്കുക. ഒരു കോഴിയും കോഴിക്കൂടും ഉണ്ടായിരുന്നു വിചാരിക്കുക. ഒരു ആടും ആട്ടുത്തൊഴുത്തും ഉണ്ടെന്ന് വിചാരിക്കുക. ആട്ടിൻ തൊഴുത്തിലൊരു 4 ആടുണ്ടെന്ന് വിചാരിക്കുക. പ്രാർത്ഥന തുടങ്ങി. രാജ നിയമമാണ് 10 മണിയാകുമ്പം, 10 മണി, രാവിലെ 10 മണിയായി. ആ ആട്ടിൻ തൊഴുത്തിലെ ബഹളം എങ്ങനെയായിരിക്കും? കോഴിക്കൂട്ടിലെ ബഹളം എങ്ങനെയായിരിക്കും? 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ എങ്ങനെയായിരിക്കും?
അതൊരു 12 മണിയിലേക്കായി, 3 മണിയിലേക്കായി, സന്ധ്യ 6 മണിയിലേക്കായി. ഈ കുഞ്ഞിൻ്റെ കരച്ചിലുമൊക്കെ കാണുമ്പോൾ അവിടുത്തെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? അത് പിറ്റേ ദിവസമാകുമ്പോൾ എത്ര ഭയങ്കരം പറയേ, നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പറ്റുമോ? അവർ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞാൽ അർത്ഥം വരുത്താതെ വണ്ണം ദൈവം അതിനെ മാറ്റി അവർക്ക് വേണ്ടി നീക്കുപോക്ക് കൊടുപ്പെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ആത്മാർത്ഥതയോടെ ദൈവത്തെ വിളിക്കാൻ തയ്യാറായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ. എതിരുകൾ, കുരുക്കുകൾ, പോരുകൾ, പൈശാചിക മണ്ഡലങ്ങൾ, ദുഷ്ടവ്യാപാരങ്ങൾ, ജനത്തിന്റെ ഉയർച്ചയ്ക്ക്, അനുഗ്രഹത്തിന്, വിടുതലിന്, ആത്മീയ അഭിവൃദ്ധിക്കെതിരായി വ്യാപരിക്കുന്ന എല്ലാ വാനമണ്ഡല പോരുകൾ, പാതാള ശക്തികൾ, ദുഷ്ടവ്യാപാരങ്ങൾ അത് പരാജയപ്പെട്ട് പിന്മാറട്ടെ. ജനം സ്വതന്ത്രരാകട്ടെ. ദൈവവചനത്തോടൊപ്പം വ്യാപരിക്കുന്ന ദൈവകൃപയുടെ മകപ്പ് ഈ ജനത്തിന്റെ ഈ അറ്റം മുതൽ അറ്റം വരെ, ഇവരുടെ ഫലം മുതൽ പാദം വരെ ദൈവശക്തിയായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രവാചകൻ യോനയുടെ പ്രവചനം പോലെ നടന്നോ? അതെ, അവിടെ പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥന പോലെ നടന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ യെശയ്യാ വലിയ പ്രവാചകനാണ്, പക്ഷേ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന പോലെ നടന്നു. ഹല്ലേലൂയ. യെശയ്യാവ് തിരിച്ചു വന്നു. അപ്പോൾ നോക്കണേ, ഒരു ഭക്തൻ്റെ പ്രാർത്ഥന പ്രവാചകനെ അവിടെ നിർത്തി, പ്രവാചകനെ മടക്കി വരുത്തി, പ്രവാചകനോട് മാറ്റി പറയാൻ ദൈവം പറഞ്ഞു. പ്രവാചകൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നീ സുഖമാകും, നീ മരിച്ചു പോകത്തില്ല, നീ 3-ാം ദിവസം ദൈവാലയത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാം ദിവസം ദൈവാലയത്തിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് പ്രഭാതം പോകുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോയി, അത്തിപ്പഴക്കട്ട എന്ത് ചെയ്യണോ? പരിക്കളുടെ മേലെ പൂശണം. ക്യാൻസർ പോലെ മാരകമായൊരു രോഗമാണ് വന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അപ്പുറത്തെ ആൾ ക്യാൻസർ വന്ന് മരിച്ചു, അത് മരിച്ചു. പക്ഷെ നിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല. അപ്പുറത്തെ ആളിനെ പോലെ ആകാനല്ല നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. നിൻ്റെ കാര്യത്തിൽ നിനക്ക് നീക്കുപോക്കുണ്ട്, നിൻ്റെ കാര്യത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്തും യഥേഷ്ടം ഹിസ്കിയാവിനടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ലോകത്തിൽ അതിനൊരു പരിഹാരമില്ല, മരുന്നില്ല. പക്ഷെ ലോകത്തിൽ മരുന്നില്ല, ദൈവത്തിൻ്റെ കയ്യിൽ മരുന്നുണ്ട്. യെശയ്യാവ് പറഞ്ഞിട്ട് പോയ എന്താണ്? അത്തിപ്പഴക്കട്ട പരിക്കളുടെ മേലെ പൂശണം. അപ്പം ഇനി അത്തിപ്പഴക്കട്ട സംഘടിപ്പിക്കാൻ പോകണം. എവിടെ പോകണം? ഏറ്റവും നല്ല അത്തിപ്പഴക്കട്ട എവിടെ കിട്ടും? ജർമ്മനി കിട്ടുമോ? അതേ അമേരിക്ക തന്നെ പോകണോ? അല്ല അറബി രാജ്യത്ത് പോകണോ? എവിടെ പോകണം? അത്തിപ്പഴക്കട്ട കൊട്ടാരത്തിലെ അടുക്കളയിൽ തന്നെ ഉണ്ട്. അത്തിപ്പഴ കായ്ക്കുന്ന അത്തി മരം കൊട്ടാരമുറ്റത്ത് തന്നെ ഉണ്ട്. കൊട്ടാരമുറ്റം കഴിഞ്ഞു പോകണ്ട. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഔഷധം, നിങ്ങളുടെ വൈദ്യം, നിങ്ങളുടെ വിടുതൽ, നിങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുതം നിങ്ങൾ മുഴങ്കാൽ മടക്കുന്ന അവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, മരുന്നായി, വൈദ്യരായി, കർത്താവേ, അങ്ങേ ഞങ്ങൾക്ക് ഉലകത്തിലുള്ളൂ. അങ്ങേ സേവിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഈ പകൽക്കാലം ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ ഹിസ്കിയാവിന് വേണ്ടി യെശയ്യാവിനെ അയച്ചതുപോലെ ഞാൻ അയച്ച എൻ്റെ കാര്യം സാധിപ്പിക്കാൻ എൻ്റെ വചനത്തിന് കഴിയ എന്ന വചനം പോലെ ഒരു
കാര്യം സാധിപ്പിക്കുക. അങ്ങയുടെ അഭിഷിക്തനെ അയച്ചതുപോലെ, അങ്ങയുടെ വചനത്തെ അയച്ചതുപോലെ, അങ്ങയുടെ ദൂതനെ അയച്ചതുപോലെ ഇന്ന് പകലിൽ അയച്ച കാര്യം നടക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം ഇന്ന് രാവിലെ സംഭവിക്കട്ടെ, ഈ പകലിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ജനത്തിൻ്റെ മേൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വിടുതലുകൾ സംഭവിക്കുന്നില്ല, പല വിടുതലുകൾ സംഭവിക്കുന്നില്ല. പെന്തിക്കോസ്തുകാരൊരു കാര്യം തിരിച്ചറിയണം. പഞ്ചായത്ത് അസോസിയേഷൻ ആളിലൊരു യോഗം നടന്ന് അവിടെ പാവിയായ ഒരാൾ ചെന്ന് കരഞ്ഞാൽ ദൈവം അവരെ വിടുവിക്കും. പക്ഷേ പെന്തിക്കോസ്തുകാരായ നിങ്ങൾ പോയി കരഞ്ഞാൽ ഒരു വിടുതൽ നടക്കത്തില്ല. അത് പോളിയോ ഹോമിലും നടക്കത്തില്ല, പുത്തിരിക്കണ്ട മൈതാനത്തിലും നടക്കത്തില്ല, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കത്തില്ല, കാഞ്ഞിരംകുളം സ്റ്റേഡിയത്തിലും നടക്കത്തില്ല, അത് പാറശാലയിൽ നടക്കത്തില്ല. പക്ഷെ ഇവിടെ എല്ലാം ഒരു ഭാവിയായ ഒരാളെ ഒന്ന് കരഞ്ഞാൽ എന്ത് സംഭവിക്കും? വിടുതലുണ്ടാകും. പെന്തിക്കോസ്തുകാരെ ഒന്ന് കരഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. എന്താ സംഭവം അകത്തുള്ളവർക്ക് അകത്തൂടിയാണ് വിടുതൽ, പുറത്തുള്ളവർക്ക് പുറത്തൂടിയാണ് വിടുതൽ. ഹല്ലേലൂയ. പാപിയായ ഒരാളവിടെ ചെന്ന് കരഞ്ഞാൽ ദൈവം കേൾക്കും, വിടുവിക്കും. പക്ഷേ പെന്തിക്കോസ്തുകാരായ നിങ്ങൾ എവിടെന്ന് വീണോ അവിടെ മടങ്ങി വന്ന് കാര്യം ക്രമത്തിലാക്കിയല്ലാതെ ദൈവം അനങ്ങത്തില്ല. ഈ ചില രോഗങ്ങൾ മാറത്തില്ല, മരുന്ന് കഴിച്ചാലും മാറത്തില്ല, പ്രാർത്ഥിച്ചാലും മാറത്തില്ല. രോഗവുമുണ്ട്, രോഗാത്മാവുമുണ്ട്. ചിലർ ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി പോകുമ്പം പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് പോകും, കർത്താവേ അവിടെ ചെല്ലുമ്പോൾ ഒരു രോഗവും കാണരുതേ, അവിടെ ചെല്ലുമ്പോൾ ഒരു രോഗവും കാണരുതേ, മിഷ്യനെ മറച്ചങ്ങ് വയ്ക്കണേ, ഒരു രോഗവും തീരരുത്, കാണരുത്. പരിശോധനയ്ക്ക് പോകുമ്പോൾ രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈസ നഷ്ടമാകരുത്, സമയം നഷ്ടമാകരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാണണേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം പോവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രോഗം അതിനെ മരുന്ന് കഴിച്ചാൽ സുഖം ഉണ്ടാകും, പ്രാർത്ഥിച്ചാലും സുഖം ഉണ്ടാകും. രോഗാത്മാവ് അത് ടെസ്റ്റ് നടത്തിയാലും രോഗമില്ല, പക്ഷേ നമ്മൾ രോഗിയാണ്, അറിയത്തില്ല. അപ്പോൾ ടെസ്റ്റ് നടത്താൻ അറിയത്തില്ല, രോഗം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് രോഗാത്മാവ്, അതിനെ മരുന്ന് കഴിച്ചാൽ സുഖമുണ്ടാകത്തില്ല. അത് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് പ്രാർത്ഥിച്ചെങ്കിലേ അതിന് സുഖമുണ്ടാകുകയുള്ളൂ. ചില രോഗങ്ങൾ മാറത്തില്ല, ചില പിശാചുക്കൾ മാറത്തില്ല, ചില ദുരിതങ്ങൾ മാറത്തില്ല. അതിനെ ദൈവം പ്രത്യേകമായി ശാസിക്കും. ഇനി ദൈവം ശാസിച്ചാൽ മാറാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. ദൈവം ശാസിക്കാൻ പോകുന്നതെന്ന് തോന്നിയാൽ മതി, അതെല്ലാം പോകും. എന്നാലും ദൈവം പറഞ്ഞാലും പോകാത്ത ചില ബന്ധനങ്ങളുണ്ട്. ദൈവം പറഞ്ഞാലും മാറാത്ത ബന്ധനങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ദൈവത്തിന് പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അത് എന്തെന്ന് പറഞ്ഞാൽ ഈ ജനത്തിൻ്റെ ക്രമക്കേടുകളാണ്. ഒരിക്കൽ ലാവാൻ യാക്കോവിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ യാക്കോവിനോട് ചോദിക്കുകയാണ്, യാക്കോവേ ലാബാൻ വീട്ടിൽ വന്നെന്നൊക്കെ പറയുന്നല്ലോ, എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ പാസ്റ്റർമാർ ഭവന സന്ദർശനത്തിന് വിശ്വാസികളുടെ വീട്ടിൽ വരുമ്പം നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നോ? ഓ സന്തോഷം. ചിലർ പറയുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, എങ്ങനെ ബിസിനസ്സൊക്കെ നല്ലതായിട്ട് നടക്കുന്നു, ജോലിയെല്ലാം നല്ലതായിട്ട് നടക്കുന്നു, കുഞ്ഞുങ്ങളുടെ പഠനമൊക്കെ നല്ലതായിട്ട് നടക്കുന്നു എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നത് ഓ. അപ്പോൾ ചോദിക്കും, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കഷ്ടിച്ച് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചിലർ പറയാറുണ്ട്,
കൃപയാൽ എന്ത് ചെയ്യുന്നില്ല, ഒരു കുഴപ്പവും ഇല്ല. ഒരു നേട്ടവും ഇല്ല പാസ്റ്ററേ. എന്തോന്നില്ല? സുഖമുണ്ടോ ഇപ്പോഴെങ്ങനെ? ഒരു വിടുതലും ഇല്ല പാസ്റ്ററേ, ഒരു നേട്ടവും ഇല്ല. പഠനം ഒരു നേട്ടവും ഇല്ല, കിട്ടിയതല്ല. അപ്പം നമ്മൾ അടുത്ത് ചോദിക്കും, എന്തെങ്കിലും ദോഷമുണ്ടോ? കൃപയാൽ ഒരു ദോഷമില്ല. കൃപയാൽ എല്ലാത്തിനും തോറ്റു, എന്നിട്ടും കൃപയാൽ ദോഷമില്ല. ഇത്രയും കാലം സുഖമില്ല, എന്നിട്ടും കൃപയാലൊരു ദോഷമില്ല. ഇത്രയും കാലം ഒരു വായ്ത്വത്വവും നിറവായിട്ടില്ല, കൃപയാലൊരു ദോഷമില്ല. എല്ലാം നഷ്ടപ്പെട്ടു, കൃപയാലൊരു ദോഷമില്ല. അപ്പൊ യാക്കോബിനോട് ചോദിക്കുകയാണ്, അമ്മായിയപ്പം വന്നല്ലോ, എന്തെങ്കിലും നേട്ടമുണ്ടോ? നേട്ടം, ഒരു നേട്ടവും ഇല്ല. പിന്നെ ചോദിക്കും, എന്തെങ്കിലും ദോഷമുണ്ടോ? നേട്ടമില്ല. എന്തെങ്കിലും ദോഷമുണ്ടോ? കൃപയാൽ ഒരു ദോഷമില്ല. എന്തെങ്കിലും ദോഷം സംഭവിച്ചോ? ഇല്ല. അപ്പം നേട്ടവും ഇല്ല, ദോഷവും ഇല്ല. എന്താണ് കാരണം? ഒരു വാക്യം വായിക്കൂ. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 29 വാക്യം. അത് തന്നെയാണ്. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട്, എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇനി ബൈബിളിലോട്ട് നോക്കേണ്ട ആരും ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇനി ബൈബിളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വാക്യം കൂടെ വായിക്കണമെന്ന് തോന്നും, താഴോട്ട് വായിക്കണമെന്ന് തോന്നും, പിന്നെയും വായിക്കണമെന്ന് തോന്നും. നമുക്ക് യോഗം നിർത്തേണ്ട സമയം ഏകദേശമായി. വായിക്കണമെല്ലാം പിന്നീടാണ്. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് വായിക്കുകയും കേൾക്കുകയും രണ്ട് കഴിവില്ല, ഒരു കഴിവേ ഉള്ളൂ. അത്യാവശ്യം പറയണമെങ്കിൽ ഇവിടെ എനിക്ക് കാണാം, ഞാൻ പറയാം. അല്ലെങ്കിലും ആ വാക്യം എനിക്ക് അറിയാം. ഹല്ലേലൂയ. അപ്പോൾ യാക്കോബ് ലാവാനോട് പറയാതെ യാത്രയായി. അത് ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് ലാവാൻ അറിയുന്നത്. അവൻ ആളുകളുമായി യാക്കോബിനെ പിന്തുടരുകയാണ്. യാക്കോബ് ഒരു മലയുടെ അപ്പുറത്തെ അടിവാരത്തിലായി. സന്ധ്യയായി. അവൻ പ്രാർത്ഥിച്ചിട്ട് കൂടാരമടിച്ച് അവിടെ കിടന്നുറങ്ങി. ആ മലയുടെ ഇപ്പുറത്തെ അടിവാരത്തിൽ ലാവാനെത്തി. സന്ധ്യയായതുകൊണ്ട് അവൻ അവിടെ കിടന്നുറങ്ങുകയാണ്. അവൻ ഉറങ്ങി തയ്യാറെടുക്കുകയാണ്. നാളെ രാവിലെ ഉണരണം, യാക്കോബിനെ പടങ്ങി നിർത്തണം, യാക്കോബിനെയും സകലത്തെയും മടക്കി കൊണ്ടുവരണമെന്നുള്ള ആശയോടുകൂടി ലാവാൻ കിടന്നുറങ്ങുമ്പോൾ ആ രാത്രിയിൽ സ്വർഗ്ഗത്തിന്റെ ദൈവം ലാവാന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, എന്റെ ദാസനായ യാക്കോബിനോട് നീ ഗുണവും ചെയ്യരുത്, നീ ദോഷവും ചെയ്യരുത്. ലാവാനെ നീ മടങ്ങിപ്പോ, ലാവാനെ നീ മടങ്ങിപ്പോ. എന്റെ ദാസനോട് നീ ഗുണവും ചെയ്യണ്ട, നീ ദോഷവും ചെയ്യണ്ട, നീ മടങ്ങിപ്പോ. ലാവാൻ എന്ത് ചെയ്യണം? ലാവാൻ എന്ത് ചെയ്യണം? പക്ഷെ ലാവാൻ മടങ്ങിപ്പോയില്ല. അതാണ് ഞാൻ പറഞ്ഞ ചില ബന്ധനങ്ങൾ, ചില ബാധകൾ, ചില ദുരിതങ്ങൾ ദൈവം ശാസിച്ച് ലാവാനോട്. ലാവാൻ പോയില്ല. ലാവാൻ നേരം പുലർന്ന് യാക്കോബിനെ പിന്തുടർന്ന് യാക്കോബിനെ തടഞ്ഞ് നിർത്തിയിട്ട് പറയാണ്, നിങ്ങളുടെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുത്ത് പറയാണ്, നീ ദോഷവും ചെയ്യണ്ട, നീ ഗുണവും ചെയ്യണ്ട, നീ മടങ്ങിപ്പോ. അപ്പോഴേ ലാവാനോട് ചോദിക്കാം, ലാവാനെ നീ പിന്നെ എന്തിനാ വന്ന? ദൈവം പറഞ്ഞു ദോഷവും ചെയ്യണ്ട, ഗുണവും ചെയ്യണ്ട. ദൈവം തിരുത്തി പറഞ്ഞു. ദോഷം ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ എന്ത് ചെയ്യുമായിരുന്നു? ബന്ധം പറഞ്ഞു ഗുണം ചെയ്യാൻ വരുമായിരുന്നു. അതുകൊണ്ട് അവൻ ദൈവം പറഞ്ഞു, നീ ബന്ധം പറഞ്ഞു ഗുണവും ചെയ്യണ്ട, ശത്രുത്വം പറഞ്ഞ് ദോഷവും ചെയ്യണ്ട, നീ മടങ്ങിപ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ലാവാൻ പോകാത്തത്? എന്താ ലാവാൻ പോകാത്തത്? ലാവാന്റെ വഹഗ്രഹബിംബം യാക്കോവിന്റെ കൂടാരത്തിലിരിക്കുന്നിടത്തോളം കാലം ലാവാന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം രോഗാത്മാവിനെ ശാസിച്ചത് ശരിയാണ്. അത് പോകണമെങ്കിൽ സാത്താന്യവക പ്രതാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചേ മതിയാവൂ. ആ രോഗാത്മാവ് പോകേണ്ടതിന്, ആ ബാധ പോകേണ്ടതിന്, ആ ബന്ധനം പോകേണ്ടതിന്, ആ ദുരിതം പോകേണ്ടതിന് ഇന്ന് പഴയ ജനം മടങ്ങി വരട്ടെ.
ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12:7 ഇതിലൊന്ന് കാണിക്കും. ബൈബിൾ ആരും എടുക്കണ്ട, അവിടെ വരും വാക്യം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകലിൽ എന്തുകൊണ്ട് യാക്കോബിന് ഗുണമുണ്ടായില്ല? എന്തുകൊണ്ട് യാക്കോബിന് ദോഷമുണ്ടായില്ല? നിങ്ങൾ ചിന്തിക്കൂ, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണമുണ്ടാകുന്നില്ല? എന്തുകൊണ്ടൊരു ദോഷം ഉണ്ടാകുന്നില്ല? ഗുണം ഇല്ലാത്തത് ഞാൻ പറയാം. ദോഷം വരാത്തത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭ, ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ ദാസൻ കുടുംബം, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു സംഘം ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്? ദോഷം വരാത്തത്, ഗുണം വരാത്തത്. യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുവിനെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളത് ആയിരിക്കണം. ഹല്ലേലൂയ. വൈകുന്നേരവും നമുക്ക് യോഗമുണ്ട്. ഇവിടെ സമയം അവസാനിക്കുകയാണ്. എനിക്കറിയാം, ചില നിമിഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ വായിച്ച വാക്യം, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, പിശാച് ഒരുവന് എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത് അവിടെ അന്ധത പിടിപ്പിക്കും, അവിടെ ഇരുട്ടാക്കും. നിങ്ങൾക്ക് 35,000 വാക്യം അറിയാമായിരിക്കും, പക്ഷേ ഒരു വാക്യവും ഓർമ്മയിൽ കാണത്തില്ല, കുരുടാക്കും. യഹൂദ രാജ്യത്തിൻ്റെ ഒടുവിലത്തെ രാജാവായ സിദെക്കീയാവിനെ ബാബേൽ പട്ടാളം അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ചെയ്തത് അവൻ്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ചു. രാജ്യമുണ്ട്, കൊട്ടാരമുണ്ട്, സിംഹാസനമുണ്ട്, എല്ലാം ഉണ്ട്. കണ്ണിൻ്റെ കാഴ്ച പോയാൽ പിന്നെ ഒന്നും വ്യക്തതയില്ല. ശിംശോനെ ഫിലിസ്തീയർ അറസ്റ്റ് ചെയ്തപ്പോൾ അവനോട് ആദ്യം ചെയ്തത് അവൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. ശത്രു ഒരുവനെ സ്വാധീനിക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ്, കണ്ണ് കുത്തിപ്പൊട്ടിക്കും, കുരുടാക്കും, അവിടുത്തെ വെളിച്ചം മാറ്റും, കാഴ്ചപ്പാടങ്ങ് മാറ്റും. പ്രാർത്ഥനയുടെ വിളക്കവനെ ഊതി അണയ്ക്ക്, നിങ്ങളെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് സാരം. എന്നാൽ ദൈവം തമ്പുരാൻ ഒരുവനെ വിടുവിക്കാൻ തയ്യാറാകുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ഇരുട്ടങ്ങ് മാറ്റും, അവിടെ പ്രകാശമുണ്ടാക്കും. ഇവിടെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിയപ്പോ കാരാഗ്രഹമല്ലാതെയായി. കാരാഗ്രഹത്തിന്റെ ഇരുട്ടറ അല്ലാതെയായി. ദൈവം ഒരുവനെ വിടുവിക്കാൻ ഇറങ്ങി വന്നാൽ ആദ്യം തരുന്നത് കാഴ്ചപ്പാടുകളാണ്. ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, തിരുവചനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആത്മാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഈ പകല് ദൈവത്തെ കുറിച്ചുള്ള, ആത്മീകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇവിടെ പത്രോസിനെ വിടുവിക്കാൻ വേണ്ടി ദൂതനെ അയച്ചപ്പോൾ ആദ്യം അവിടെ സംഭവിച്ചത് അവിടുത്തെ ഇരുട്ട് മാറി. എല്ലാവരും കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബ ജീവിതത്തിലെ പിശാച് വച്ചിരിക്കുന്ന ഇരുട്ട്, കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ വിദ്യാഭ്യാസത്തിൽ പിശാച് വച്ചിരിക്കുന്ന ഇരുട്ട്, യേശുവിൻ്റെ നാമത്തിൽ ഉദ്യോഗത്തിൽ, ബിസിനസ്സിൽ പിശാച് വച്ചിരിക്കുന്ന ഇരുട്ട്, ആത്മീക ജീവിതത്തിൽ, ശുശ്രൂഷയിൽ പിശാച് വച്ചിരിക്കുന്ന ഇരുട്ട്, ഇന്ന് ദൈവത്തിൻ്റെ ദൂതന്റെ സന്ദർശനത്താൽ ആ ഇരുട്ട് മാറി അവിടെ പ്രകാശിക്കാൻ പോകുകയാണ്. അവിടെ പ്രകാശം വരെയാണ്. അതേ സഹോദര, നിന്റെ കുടുംബ ജീവിതത്തിലെ ഇരുട്ട് അത് മാറുകയാണ്. ഈ ശബ്ദം ഈ ശബ്ദത്തോടൊപ്പം വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം, ആ വ്യാപാരപ്പോൾ ഈ ജനത്തെ സംബന്ധിക്കുന്ന ഏത് മേഖലയായാലും, സമസ്ത മേഖലയിലും
അത് നിർമ്മാണ പ്രവർത്തനത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, തലമുറകളുടെ വിദ്യാഭ്യാസ ഭാവിയാകട്ടെ, ഉദ്യോഗമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, ആത്മീക ജീവിതമാകട്ടെ, ആരോഗ്യപരമായ വിഷയങ്ങളാകട്ടെ, സമസ്ത മേഖലയിലെ ഇരുട്ടും ഇപ്പോൾ അത് മാറിപ്പോകട്ടെ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ വഴിയാകുന്നു. ചെങ്കടലിന്റെ അടുക്കൽ, ചെങ്കടലിന്റെ നടുവിൽ സാക്ഷാൽ വഴിയായവൻ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, ഹേ ചെങ്കടലെ വഴിമാറെന്ന് പറഞ്ഞ് ചെങ്കടലിനെ വലിച്ചു കീറി അതിനകത്ത് വഴിയൊരുക്കിയവൻ ഇതാ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു വഴിയുമായി, നിന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം ഈ പകലിൽ നടക്കട്ടെ, ഒരു അത്ഭുതം ഈ പകലിൽ നടക്കട്ടെ. ഇതിലെ രോഗികൾക്ക് സുഖമുണ്ടാകട്ടെ, ഇതിലെ ബലഹീനർ ഇപ്പോൾ ആത്മാവിൽ ബലപ്പെടട്ടെ, ഇതിലെ ബന്ധിക്കപ്പെട്ടവർ ഇപ്പോൾ സ്വതന്ത്രരാകട്ടെ. യെസ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ജനത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ, ജനത്തിന്റെ തല മുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശൈത്യയെ പുതുക്ക്, അവർ കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്ക്. ഈ ജനത്തിന്റെ മേൽ കാഴ്ചപ്പാടുണ്ടാകട്ടെ. വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആത്മീകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഈ ജനത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചെങ്കടലിന്റെ നടുവിൽ ഇറങ്ങി നിന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് അതിനകത്ത് വഴിയൊരുക്കിയവർ ഈ ജനത്തിന് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. ഈ വചനം ശ്രദ്ധിക്കുന്ന ആബാലവൃദ്ധം ജനത്തിന്റെ മേൽ, ഓ ലോകത്തിന്റെ ഏത് കോണിലാണോ ഈ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്നത് അവിടെ ദൈവശക്തി ചെല്ലട്ടെ, അവിടെ ദൈവശക്തി ചെല്ലട്ടെ. ഇപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. ആ ഇരുട്ട് മാറട്ടെ, ആ ഇരുട്ട് മാറട്ടെ, അവിടെ പ്രകാശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൈവത്തിൻ്റെ മഹത്വവും കൃപയും ഇന്ന് പകൽക്കാലം ഈ ജനത്തിൻ്റെ മേൽ പകർന്ന് ഈ ജനത്തെ ജയോത്സവമായി നടപ്പേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിച്ച് ഉദ്ധരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ വ്യാപാരം ഈ ജനത്തിൻ്റെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. രണ്ട് കരങ്ങളെ അടിച്ചാൽ പതേരം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എല്ലാവരും ഹല്ലേലൂയ കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്വല്പനേരം ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മളോട് സംസാരിച്ചവനായ കർത്താവ്, നമുക്ക് വേണ്ടി ആഴങ്ങൾ പ്രവർത്തിക്കുന്നവനായ കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഗ്ലോറി, 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 ഗ്ലോറി ജീസസ്.
വികലച്ചരത്തെ രക്തലകരകര. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെ സമർപ്പിക്കാം. യേശു കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മളെ ക്രമീകരിക്കുന്നതാണ്. ആ വചനം പരിശുദ്ധാത്മാവിലൂടെ, പ്രിയ ദേവദാസനിലൂടെ കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം നമ്മളോട് വളരെ വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ആ വചനത്തിന് മുൻപാകെ പൂർണ്ണമായി സമർപ്പിക്കാമോ? പ്രാരംഭത്തിൽ ദേവദാസനിലൂടെ ഓർപ്പിച്ചല്ലോ, ആത്മാക്കളെ പറ്റിയുള്ള ഒരു ഭാരം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന്. കഴിഞ്ഞ ദിവസം ഇതേ വിഷയം മറ്റൊരു ദേവദാസനിലൂടെ ഓർപ്പിച്ചതാണ്. നമുക്ക് ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിവസങ്ങളിൽ ചില വ്യക്തികളെയും കൂടെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ഉള്ള ഒരു ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാമോ? നമ്മുടെ ചുറ്റുപാട് നാശത്തിലേക്ക് കടന്നു പോകുന്ന അനേകരുണ്ട്. നമ്മൾ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ജോലി ചെയ്യുന്ന വ്യക്തികൾ, നമ്മളുടെ അയൽക്കാർ, അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുജനം എല്ലാം ഉണ്ടല്ലോ, അവരൊക്കെ ദൈവഭാഗത്തേക്ക് വരുവാൻ, ദൈവത്തിനെ തിരിച്ചറിയാനുള്ള അവർ ഹൃദയങ്ങളെ ദൈവം തുറക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? തുടർന്ന് വീണ്ടും ഓർപ്പിച്ചല്ലോ, ഒരു ആത്മീകൻ വീഴുന്നാൽ അത് കാരണം അനേകം മറ്റുള്ളവരും വീഴുമെന്ന് കേൾക്കുവാനിടയായല്ലോ. ഒരു അധ്യാപകൻ ഒരു തെറ്റുപറ്റിയാൽ അത് ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണെന്ന് ഓർപ്പിച്ചല്ലോ. അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളൊന്നും കുറവുകളൊന്നും ആരും ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി ഇരിക്കാതിരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ മാതൃകയുള്ള വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള ദൈവകൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നമ്മൾ കർത്താവിനെ രുചിച്ചറിഞ്ഞവരാണ്. ആ രുചിച്ചറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരോട് പറയുവാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിച്ചല്ലോ. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയെ പറ്റി ദേവദാസൻ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചല്ലോ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമുക്ക് തന്നെ വിലയിരുത്താം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതോ പ്രാർത്ഥനാ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് അത് ഏറ്റു പറയാമോ? ദൈവമേ, ഒരു നല്ലൊരു ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, ദൈവമേ, ഒരു രഹസ്യ ജീവിതത്തിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം കർത്താവേ എനിക്ക് നിങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി കേട്ടു. ഒരുക്കമുള്ള വ്യക്തികളുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചല്ലോ. ആ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാമോ? ഇരുട്ടിൻ്റെ എന്തെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടെ പ്രകാശം വ്യാപരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരാഗൃഹത്തിലായിരുന്ന പത്രോസിനെ ദൈവം വിടുവിച്ചതുപോലെ നമ്മളായിരിക്കുന്ന ചില അവസ്ഥകളിൽ നിന്നെല്ലാം ഒരു സ്വാതന്ത്ര്യം കർത്താവ് തരുമെന്ന് നമുക്ക് ഓർപ്പിച്ചല്ലോ. ആ വചനത്തെല്ലാം നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ ഇന്ന് ദൈവദിനം ശുശ്രൂഷിച്ച പാസ്റ്റർ മോഹൻകുമാർ അവர்களോട് ദൈവസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ദേവദാസൻ്റെ കുടുംബത്തെ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. വൈകുന്നേരവും കർത്താവ് വളരെ ശക്തിയോട് എടുത്തുപയോഗിക്കട്ടെ. നമുക്ക് തുടർന്ന് എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചായിരിക്കുമ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ TM ജോർജ് അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽ സെഷൻ അവസാനിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങൾ ഇതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായൊരു വിശുദ്ധ പകൽക്കാലം കൂടെ സ്വർഗം ഞങ്ങൾക്ക് ദാനമായി തന്ന കൃപയ്ക്കായി ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വാസപ്രാർത്ഥനയുടെ ഒരു സെക്ഷനിൽ കൂടെ ദൈവത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന ദൈവത്തെ ആരാധിപ്പാൻ, ആമേൻ, അവിടുത്തെ സന്നിധിയിൽ കർത്താവെ മുഴങ്കാലം മടക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് നൽകി തന്ന നല്ല സാവകാശത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. ഈ പകൽക്കാലവും സ്വർഗം ഞങ്ങൾ ഇവിടുന്ന് അനുഗ്രഹിച്ചില്ല കർത്താവെ. ആമേൻ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ശബ്ദം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദം അവിടുത്തെ അഭിഷേകത്തിൽ കൂടെ ഞങ്ങളോട് ഏറെപ്പാടായി അറിയിച്ച കൃപയോർത്ത് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ. ഒരു പ്രാവശ്യം കൂടെ തിരുസനിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, തൻ്റെ ദാസനിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് വ്യക്തിപരമായി സ്പഷ്ടമായി ഇടപെട്ടത് ഓർത്ത് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ കൃപ കർത്താവ് രുചിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവിൽ പുറകോട്ട് പോയ ആമേൻ വിഷയങ്ങളെല്ലാം ഒരിക്കലും കൂടെ സ്വർഗം വെളിപ്പെടുത്തിയ അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. ഒന്നുകൂടെ കർത്താവിനോട് ചേർന്നിരിപ്പാൻ ദൈവം കൃപ പകരണമേ കർത്താവെ. ഞങ്ങളുടെ പിന്മാറ്റങ്ങൾ കർത്താവെ, പ്രാർത്ഥനയിൽ വന്ന കുറവുകളൊക്കെ ഒന്ന് കണ്ടുണർന്ന് കർത്താവ് എഴുന്നേൽപ്പാൻ ദൈവം ഇവിടുന്ന് കൃപ പകരണമേ കർത്താവെ. ഞങ്ങളുടെ ആത്മജീവിതത്തിൽ വന്ന കുറവുകൾ മറ്റുള്ളവർക്ക് അത് ദോഷം ഭവിക്കാതെ വണ്ണം കർത്താവെ ഒന്നുകൂടെ കർത്താവിനോട് ചേർന്നൊരു ശക്തരായി തീരുവാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം സ്വർഗം അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, ആ ഇരുട്ട് മാറ്റിയ ദൈവ സാന്നിധ്യം, കണ്ണ് തുറന്ന ദൈവ സാന്നിധ്യം, പുറത്തുകൊട്ട് വന്ന ദൈവ
ദൈവസാന്നിധ്യം ഇന്ന് പകൽ ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വെളിപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറ്റി കർത്താവേ, ആ ഇടുങ്ങിയ അവസ്ഥയിൽ കർത്താവെ വിശീലതയിലേക്ക് നടത്തുവാൻ അവിടെ ഞങ്ങളുടെ മേൽ പകർന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവെ. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടത് മടങ്ങി വരുവാൻ ദൈവത്തിന് കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ തൻ്റെ ഭക്തനെ ഇന്ന് പകൽക്കാലം അവൻ ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രി ശുശ്രൂഷ അനുഗ്രഹിക്കണമേ കർത്താവേ. നിൻ്റെ കൃപയുടെ മറവിലെല്ലാം മറിക്കണമേ. തലവണങ്ങിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന അഭിഷക്തന്മാരെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകാം. വൈകുന്നേരം കൃത്യം 7 മണിക്ക് തന്നെ ഇന്നത്തെ വൈകുന്നേര സെഷൻ കൂട്ടായ്മ ആരംഭിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.